ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 3ാമത്തെ പാഠമാണ്. ത്രികോണങ്ങൾ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി മാത്സിൻ്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD7 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നക്ഷത്ര ചിത്രം. ഈ ചിത്രം നോക്കൂ. എങ്ങനെയാണ് ഇത് വരയ്ക്കുക? എന്തെല്ലാം വരയ്ക്കണമെന്ന് ആദ്യം നമുക്ക് നോക്കാം. 2 ത്രികോണങ്ങളും ഒരു വട്ടവും. ത്രികോണങ്ങൾക്ക് എന്താണ് പ്രത്യേകത? അവയ്ക്കെല്ലാം ഒരേ അളവാണല്ലേ, എല്ലാ വശത്തിനും ഒരേ നീളം. അങ്ങനെ ഒരു ത്രികോണം ആദ്യം നമുക്ക് വരയ്ക്കാം. വശങ്ങളുടെ വശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്റർ എന്നെടുക്കാം. അതിൽ താഴത്തെ വര ആദ്യം വരയ്ക്കാം, അതായത് 3 സെൻറ്റിമീറ്റർ. ഇനി ത്രികോണത്തിൻ്റെ 3ാം മൂല എവിടെ അടയാളപ്പെടുത്തണം? ഇടതും വലതും വശങ്ങൾക്കും 3 സെൻറ്റിമീറ്റർ തന്നെ വേണമല്ലോ. അപ്പോൾ 3ാം മൂല ആദ്യം വരച്ച വരയുടെ 2 അറ്റത്തു നിന്നും 3 സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കണം. ഒരറ്റത്തു നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെ എത്ര കുത്തിടാം? നോക്കൂ മക്കളെ, ദാ ഇത്രയും കുത്തുകൾ ഇടാം അല്ലേ? അങ്ങനെയുള്ള കുറേ കുത്തുകൾ സങ്കല്പിച്ച് നോക്കൂ. അങ്ങനെയുള്ള ഒരുപാട് കുത്തുകൾ സങ്കല്പിച്ച് നോക്കിയാൽ നമുക്കതൊരു വൃത്തമായിട്ട് കിട്ടും. ഈ വട്ടം വരച്ചാൽ അതിൽ എവിടെയെങ്കിലും ആയിരിക്കണം അതിൻ്റെ 3ാം മൂല. ഇതുപോലെ വലത്തെ മൂല കേന്ദ്രമായി 3 സെൻറ്റിമീറ്റർ ആരമെടുത്ത് വരയ്ക്കുന്ന വൃത്തത്തിലുമായിരിക്കണം 3ാം മൂല. കണ്ടോ, നമ്മൾ ആ വരയുടെ 2 അറ്റത്തു നിന്നും 3 സെൻറ്റിമീറ്റർ ആരമെടുത്ത് ഓരോ വൃത്തങ്ങൾ വരയ്ക്കുന്നു. അപ്പോൾ ആ 2 വൃത്തങ്ങളും താഴെയും മുകളിലുമായിട്ട് 2 സ്ഥലത്ത് മുറിച്ച് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ആ ബിന്ദുക്കളെ കുറിച്ച് നമുക്ക് എന്തു പറയാം? ആദ്യം വരച്ച വട്ടത്തിലായതിനാൽ വരയുടെ ഇടതറ്റത്ത് നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെയാണ്. രണ്ടാമത്തെ വട്ടത്തിലായതിനാൽ വലതറ്റത്ത് നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെയാണ്. അപ്പോൾ ഇതിൽ ഏതും 3ാം മൂലയാകാം. മുകളിലെ ബിന്ദു എടുത്ത് ത്രികോണം വരയ്ക്കാം. അതായത് നമ്മൾ വരയ്ക്കുന്ന ത്രികോണം മുകളിലേക്ക് ആദ്യം വരയ്ക്കുക. അപ്പോൾ 3 വശങ്ങളും 3 സെൻറ്റിമീറ്റർ ഉള്ള ത്രികോണം കിട്ടിയില്ലേ? ഇനി ബാക്കി വൃത്തങ്ങൾ മായ്ച്ചു കളയാം. ഇപ്പോൾ ത്രികോണമായി. ഇനി നക്ഷത്രം വരയ്ക്കുന്നത് എങ്ങനെ? അതിന് ത്രികോണത്തിൻ്റെ 3 വശങ്ങളിലും 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് കുത്തുകൾ ഇടുക. അപ്പോൾ നമുക്ക് ഓരോ വരകളിലും 2 കുത്തുകൾ വീതം കിട്ടും. ഈ കുത്തുകൾ ഉപയോഗിച്ച് രണ്ടാമത്തെ ത്രികോണം വരയ്ക്കാമല്ലോ. യെസ്, നമുക്ക് വരയ്ക്കാം. അതാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. അതായത് ആ കുത്തുകളിലൂടെ കടന്നു പോകുന്ന രീതിയിൽ 3 സെൻറ്റിമീറ്റർ അളവിൽ മറ്റൊരു ത്രികോണം വരയ്ക്കുക. ഇതിനെ ചുറ്റി ഒരു വട്ടവും കൂടി വരച്ചാൽ ആദ്യം കണ്ട ചിത്രത്തിൻ്റെ രൂപമായി. അതായത് നമ്മളിപ്പോൾ വരച്ച ത്രികോണത്തിന് ചുറ്റും ഒരു വട്ടം കൂടെ വരയ്ക്കുക. അതിന് കോമ്പസ് എവിടെ കുത്തണം? 2 ത്രികോണങ്ങളുടെയും ഒത്ത നടുവിൽ കുത്തണം അല്ലേ? അത് കണ്ടുപിടിക്കൂ. ഊഹിച്ച് എവിടെയെങ്കിലും ആയാൽ പോരാ, കൃത്യമായിരിക്കണം. ചിത്രം മുഴുവനാക്കിയാൽ ഇഷ്ടപ്പെട്ട നിറങ്ങൾ കൊടുത്ത് ഭംഗിയാക്കാം. അപ്പം നമുക്ക് ഈ ചിത്രം ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ചിത്രം വരക്കാനായിട്ട് ആദ്യം നമുക്ക് 3 സെൻറ്റിമീറ്റർ അളവിൽ ഒരു വര വരച്ചു കൊടുക്കാം. സ്കെയിലെടുത്ത് 3 സെൻറ്റിമീറ്ററിൽ വര വരയ്ക്കുക. ഇനി കോമ്പസ് എടുക്കുക. കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ തന്നെ അളവെടുക്കുക കേട്ടോ. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ വരയിൽ വെച്ചിട്ട് അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ സ്കെയിലിൽ കുത്തിയിട്ട് അങ്ങനെ എടുക്കാം. ഇനി ഈ വരയുടെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കോമ്പസ് ഉപയോഗിച്ച് വൃത്തം മുഴുവനായിട്ട് വരയ്ക്കാതെ മുകളിലേക്കാണ് നമുക്ക് ത്രികോണം വേണ്ടത്. അതുകൊണ്ട് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒരു വൃത്തത്തിൻ്റെ ആ ഭാഗം മാത്രം വരച്ചു കൊടുക്കുക. ഒരു ആർക്ക് മാത്രം വരയ്ക്കുക. പിന്നെ ആ വരയുടെ ഈ ഭാഗത്തു നിന്നും ഈ അറ്റത്ത് കുത്തിയിട്ട് അവിടെ നിന്നും വൃത്തം വരയ്ക്കാതെ ഇതുപോലെ വൃത്തഭാഗം വരച്ചു കൊടുക്കുക. അപ്പോൾ ആ 2 വൃത്തങ്ങളും തമ്മിൽ കൂട്ടി യോജിക്കുന്ന കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലേക്ക് നമ്മൾ ആദ്യം വരച്ച വരയിൽ നിന്ന് 2 വര വരച്ചു കൊടുക്കുക. അപ്പം എന്താവും? നമുക്ക് ആ വരയുടെ അളവ് നോക്കിയാൽ 3 എന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. നമുക്കൊരു 3 സെൻറ്റിമീറ്റർ അളവുള്ള സമഭുജ ത്രികോണം കിട്ടി. ഇനി ഈ ത്രികോണത്തിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു ത്രികോണം കൂടെ വേണം. അതിന് ഈ ത്രികോണത്തിൻ്റെ 3 വശങ്ങളെയും ഓരോ സെൻറ്റിമീറ്റർ വീതം ഉള്ള തുല്യ ഭാഗങ്ങളാക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾ 6 സെൻറ്റിമീറ്ററാണ് എടുത്തതെന്നുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്റർ വീതം കുത്തുകൾ ഇടുക. 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഓരോ സെൻറ്റിമീറ്റർ വീതം എന്ത് ചെയ്യുക? കുത്തുകൾ ഇടുക. ഇനി ഈ കുത്തുകൾ യോജിപ്പിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യുക? ഈ ഓരോ കുത്തുകളിൽ നിന്ന് കണ്ടോ ഏതൊക്കെ കുത്തുകളാണ് എടുത്തിരിക്കുന്നത് നോക്കുക. അവിടെ നിന്ന് 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നിട്ട് എന്ത് ചെയ്യുക? കുത്തുകളിലൂടെ വരുന്ന രീതിയിൽ വര വരയ്ക്കുക.
എന്നിട്ട് ആ രണ്ട് വരകളും തമ്മിൽ യോജിപ്പിക്കുന്ന രീതിയിൽ ആ മൂന്നാമത്തെ ബാക്കിയുള്ള രണ്ട് കുത്തുകളിലൂടെയുള്ള ഒരു വര കൂടെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള സമഭുജ ത്രികോണം, മറ്റൊരു സമഭുജ ത്രികോണം കൂടെ കിട്ടി. ഇങ്ങനെ രണ്ട് സമഭുജ ത്രികോണങ്ങൾ വരച്ചപ്പോൾ നമുക്ക് അതിനുള്ളിൽ വശങ്ങൾ 6 വശങ്ങളുള്ള ഒരു ഷഡ്ഭുജം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതായി ത്രികോണത്തിന് പുറത്തുകൂടെ ഒരു വൃത്തമാണ്. അതിനായിട്ട് ഈ ഷഡ്ഭുജത്തിൻ്റെ ഉള്ളിൽ രണ്ട് കുത്തുകൾ ഇടവിട്ടിട്ട് എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. രണ്ട് കുത്തുകൾ ഇടവിട്ടിട്ട രീതിയിൽ രണ്ട് വരകൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കിതാ ആ രണ്ട് വരകൾ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കാണും. ആ പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പസ് വെക്കുക. എന്നിട്ട് ആ പുറത്തുള്ള ഏതെങ്കിലും ഒരു ത്രികോണത്തിൻ്റെ ആ മൂലയിൽ മുട്ടുന്ന രീതിക്ക് കോമ്പസ് വെച്ചിട്ട് ഇതുപോലെ വൃത്തം വരയ്ക്കുക. അപ്പോൾ ഒരു ത്രികോണത്തിൽ മുട്ടുന്ന രീതിയിൽ വെച്ചാൽ തന്നെ എല്ലാ ത്രികോണത്തിലും തട്ടും കേട്ടോ, കാരണം എല്ലാതും സമഭുജമായതുകൊണ്ട് അങ്ങനെ തട്ടും. ഇനി ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ മായ്ച്ചു കളയുക. തന്നിരിക്കുന്ന രീതിയിൽ കളർ കൊടുക്കുക. ഏകദേശം ഇതുപോലെയായിരിക്കും നിറം കൊടുക്കേണ്ടത്. അതുപോലെ നിറം കൊടുത്ത് നോക്കുക. ഇതേപോലെ രണ്ട് ത്രികോണങ്ങൾ വരച്ച് ചില വരകൾ മായ്ക്കുകയും ചിലത് കൂട്ടിച്ചേർക്കുകയും ചെയ്ത് നിറം കൊടുക്കുന്ന രീതിയും മാറ്റിയാൽ താഴെ നൽകിയിരിക്കുന്നതാ ഈ ചിത്രങ്ങൾ നമുക്ക് കിട്ടും. ശ്രമിച്ചു നോക്കൂ. അപ്പോൾ ഈ ചിത്രവും നമുക്ക് വരച്ചു നോക്കാം. അതിൽ ആദ്യത്തെ ചിത്രം വരയ്ക്കാനായിട്ട് ഇപ്പോൾ ചെയ്തില്ലേ, ഇപ്പോൾ വരച്ചില്ലേ, അതുപോലെ തന്നെയാണ് വരയ്ക്കേണ്ടത്. ഞാനിവിടെ ഒരു 6 സെൻറ്റിമീറ്റർ അളവിൽ ഉള്ള ത്രികോണം എടുക്കുന്നുണ്ട്, കാരണം കുറച്ചുകൂടെ വലുതായിട്ട് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട്. ഇനി 6 സെൻറ്റിമീറ്റർ ഉള്ള വരയാണ് വരച്ചതെങ്കിൽ സമഭുജ ത്രികോണം വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്, കോമ്പസ് എടുക്കുക. ആ വരയുടെ രണ്ടറ്റത്തു നിന്നും നിങ്ങൾ ഇതുപോലെ വൃത്തഭാഗങ്ങൾ രണ്ടെണ്ണം വരച്ചു കൊടുക്കുക. ആ രണ്ട് വൃത്തഭാഗങ്ങൾ കൂട്ടിമുട്ടിയ ആ പോയിന്റിലേക്ക് ഈ വരച്ച വരയുടെ രണ്ട് ഭാഗത്തു നിന്നും രണ്ടറ്റത്തു നിന്നും കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് സമഭുജ ത്രികോണം കിട്ടും. ഇനി അടുത്തതായിട്ട് ഇത് 6 സെൻറ്റിമീറ്റർ എടുത്തത് കൊണ്ട് തുല്യമായിട്ട് 3 ഭാഗങ്ങളാക്കണം. അതായത് 2 സെൻറ്റിമീറ്റർ വീതം എടുക്കേണ്ടി വരും. 2 സെൻറ്റിമീറ്റർ വീതം ഇടവിട്ട് എന്ത് ചെയ്യുക, കുത്തുകൾ ഇട്ട് കൊടുക്കുക ഓരോ വരയിലും. അപ്പോൾ 2 കുത്തുകൾ വീതം ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നേരത്തെ നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ ചെയ്തതുപോലെ തന്നെ ആ രണ്ട് കുത്തുകളിലൂടെ കടന്നു പോകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, 6 സെൻറ്റിമീറ്റർ അളവിൽ വര വരയ്ക്കുക. നേരത്തെ 3 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ എടുത്തതുകൊണ്ട് 6 സെൻറ്റിമീറ്റർ അളവിൽ വേണം വര വരയ്ക്കാനായിട്ട്. അപ്പോൾ ആ രണ്ട് കുത്തുകൾക്കിടയിലുള്ള അകലം എന്തായിരിക്കും മക്കളെ, 2 സെൻറ്റിമീറ്റർ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 2 സമഭുജ ത്രികോണങ്ങൾ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് പുറത്തൂടെ ഒരു വൃത്തമാണല്ലേ. അതിനായിട്ട് ഉള്ളിലുള്ള ആ ഷഡ്ഭുജം ഉണ്ടല്ലോ, ആ ഷഡ്ഭുജത്തിൻ്റെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ 2 കുത്തുകൾ ഇടവിട്ടിട്ട് ഇതുപോലെ യോജിപ്പിക്കുക. അപ്പോൾ ആ 2 വരകൾ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിങ്ങൾ കോമ്പസ് വെക്കുക. കോമ്പസ് വെച്ചിട്ട് പുറത്തുള്ള ത്രികോണത്തിൻ്റെ പുറമേക്കുള്ള ആ മൂലയിൽ തട്ടുന്ന രീതിക്ക് കോമ്പസ് വെച്ചിട്ട് ആ വൃത്തം പൂർത്തിയാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മായ്ച്ചു കൊടുക്കാം. അതായത് ഉള്ളിലുള്ള ആ വരയും പിന്നെ ആ ത്രികോണങ്ങളിലെ ചെറിയ ത്രികോണങ്ങൾ, ആ ചെറിയ ത്രികോണങ്ങളുടെ ആ ഒരു വശവും ഉള്ളിലേക്കുള്ള ആ ഒരു വശവും മായ്ച്ചു കൊടുക്കുക. ഇനി 2 കുത്തുകൾ ഇടവിട്ടിട്ട് നമ്മൾ നേരത്തെ ഷഡ്ഭുജത്തിൽ വൃത്തകേന്ദ്രം കാണുന്നതിന് വേണ്ടി വരച്ചില്ലേ, അതുപോലെ 2 കുത്തുകൾ ഇടവിട്ടിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി അവസാനമായിട്ട് ഈ 2 കുത്തുകളും തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 3 ഡയമെൻഷനൽ ചിത്രം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി പറഞ്ഞിരിക്കുന്ന രീതിക്ക് കളർ കൊടുക്കാം. ഇതിലെ രണ്ടാമത്തെ ചിത്രം ഇതായിരുന്നു. ഇത് നമ്മളിപ്പോൾ വരച്ചില്ലേ, ആ ചിത്രം തന്നെയാണ്. പക്ഷെ പുറമേക്കുള്ള ആ വൃത്തം നിങ്ങൾ മായ്ച്ചു കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 2 ത്രികോണങ്ങളുടെ അറ്റങ്ങളുണ്ടല്ലോ, ആ അറ്റങ്ങൾ തമ്മിൽ ഇതുപോലെ വര വരച്ച് യോജിപ്പിക്കുക. എന്നിട്ട് നിറം കൊടുക്കുക. അത്രേ മാറ്റുള്ളൂ. ആ വൃത്തം മായ്ച്ചു കളഞ്ഞാൽ മതി കേട്ടോ. ഇനി ചുവടെ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളും വരച്ചു നോക്കൂ. ഈ 2 ചിത്രങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചിത്രം നോക്കാം. അതിനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ അളവിലെടുക്കാം. ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. 3 സെൻറ്റിമീറ്റർ അളവിലൊരു വര വരച്ചു. ശേഷം കോമ്പസ് ഉപയോഗിച്ച് 3 സെൻറ്റിമീറ്ററിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു വൃത്തം വരച്ചു കൊടുത്തു. ഇവിടെ വൃത്തഭാഗം വരയ്ക്കരുത്, പകരം വൃത്തം തന്നെ വരയ്ക്കണം. വൃത്തഭാഗം വരച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും ഇത്, അതുകൊണ്ടാണ്. എന്നിട്ട് വരയുടെ മറ്റേ അറ്റത്തൊന്നും ഇതുപോലെ ഒരു വൃത്തം വരയ്ക്കുക. ശേഷം ആദ്യം വരച്ച വരയില്ലേ, ആ വര നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ഇതേ ചിത്രം നമ്മൾ സമാന്തര വരകളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വരച്ച ആ വര തട്ടിയ ആ വൃത്തത്തിൽ എന്ത് ചെയ്യുക, വൃത്തത്തിൻ്റെ ആ ഭാഗത്ത് നിന്നും കോമ്പസ് ഉപയോഗിച്ച് അവിടെ അതേപോലെയുള്ള 3 സെൻറ്റിമീറ്റർ തന്നെ ആരമായിട്ടുള്ള മറ്റൊരു വൃത്തം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള 3 വൃത്തങ്ങൾ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വൃത്തഭാഗങ്ങളിൽ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക,
ത്രികോണം വരയ്ക്കുക. ആദ്യം മുകളിലേക്ക് വേണം ത്രികോണം വരയ്ക്കാൻ. ഇതാ ആ രണ്ട് വൃത്തങ്ങൾ കൂട്ടിമുട്ടിയ ഈ ഭാഗത്ത് നിന്ന് യോജിപ്പിച്ച് ഒരു ത്രികോണമാക്കി അതിനടുത്തുള്ള മറ്റൊരു പോയിന്റ് ഉണ്ടല്ലോ അത് കൂട്ടിമുട്ടുന്നത്, ആ പോയിന്റിലേക്ക് നമ്മൾ രണ്ടാമത്തെ ത്രികോണം വരച്ചു കൊടുക്കണം. പിന്നെ താഴെയുള്ള വൃത്തഭാഗങ്ങൾ കൂട്ടിമുട്ടുന്ന ആ രണ്ട് പോയിന്റിലേക്ക് മൂന്നാമത്തെ ത്രികോണവും വരച്ചു കൊടുക്കുക. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇനി മായ്ച്ചു കളയുക. മായ്ച്ചു കളഞ്ഞ ശേഷം അതിന് കളർ കൊടുക്കുക. അടുത്ത ചിത്രവും ഇതുപോലെ തന്നെയാണ് വരയ്ക്കേണ്ടത്. ഒരു ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞു തരാം. ആദ്യം 3 സെൻറ്റിമീറ്റർ ഇഷ്ടമുള്ള അളവ് എടുക്കാം, അതിലൊരു വര വരയ്ക്കുക. ശേഷം അതിൽ നിന്ന് അതിൻ്റെ ഒരു അറ്റത്തു നിന്നും നമ്മൾ അതേ ആരത്തിൽ ഒരു വൃത്തം വരച്ചു. പിന്നെ ആ വരയുടെ മറ്റേ അറ്റത്തു നിന്നും ഇതുപോലെ അതേ ആരത്തിൽ ഒരു വര വരച്ചു. ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം വരച്ച ആ വര കുറച്ചുകൂടെ ആ വൃത്തത്തിലേക്ക് നീട്ടി വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആ വൃത്തത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് കോമ്പസ് ഉപയോഗിച്ച് അതേ ആരത്തിൽ തന്നെ നമ്മൾ വീണ്ടും മറ്റൊരു വൃത്തം വരച്ചു. ഇപ്പോൾ നമുക്ക് അടുപ്പിച്ച് 3 വൃത്തങ്ങൾ കിട്ടി. ഇനി ആണ് ത്രികോണം വരയ്ക്കേണ്ടത്. നേരത്തെ നമ്മൾ മുകളിലേക്ക് 2 ത്രികോണങ്ങൾ വരച്ചിരുന്നു. ഇവിടെ നേരെ തിരിച്ച് മുകളിലേക്ക് ഒരു ത്രികോണം മതി, താഴേക്ക് 2 ത്രികോണങ്ങൾ വേണം. അതുപോലെ തന്നെ മുകളിലേക്ക് ഒരു ത്രികോണവും വരയ്ക്കുക. നേരത്തെ മുകളിലേക്ക് 2 താഴേക്ക് 1 ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്, താഴേക്ക് 2 മുകളിലേക്ക് 1. പിന്നെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞാൽ മതി, നമുക്ക് തന്നിരിക്കുന്ന രൂപം കിട്ടും കേട്ടോ. വരയും കണക്കും. വശങ്ങൾക്കെല്ലാം ഒരേ നീളമായ ത്രികോണങ്ങൾ വരച്ചല്ലോ. അത്തരം ത്രികോണങ്ങൾക്ക് സമഭുജ ത്രികോണങ്ങൾ എന്നാണ് പേര്. 3 വശവും തുല്യമായ ത്രികോണങ്ങൾക്ക് സമഭുജ ത്രികോണങ്ങൾ എന്നാണ് പറയുന്നത്. വശങ്ങൾക്ക് ഒരേ നീളമല്ലാത്ത ത്രികോണങ്ങളും ഇതേ രീതിയിൽ വരച്ചുകൂടെ? ഉദാഹരണമായി വശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററുമായ ത്രികോണം. എങ്ങനെയാണിത് വരയ്ക്കുക? അതിനാദ്യം 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിൻ്റെ ഒരറ്റത്തു നിന്ന് 4 സെൻറ്റിമീറ്ററും മറ്റേ അറ്റത്തു നിന്ന് 6 സെൻറ്റിമീറ്ററും അകലെ 3-ാം മൂല അടയാളപ്പെടുത്തുക. അതിന് ഓരോ അറ്റത്തു നിന്നും ഓരോ വട്ടം വരച്ചാൽ പോരെ? അതായത് 3 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ ഈ അറ്റത്തൊരു കുത്തിയിട്ടിട്ട് നമ്മൾ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ അളവെടുക്കുന്നു, ഒരു വൃത്തം വരയ്ക്കുന്നു. അതുപോലെ മറ്റേ അറ്റത്ത് 6 സെൻറ്റിമീറ്ററിൽ കോമ്പസ് അളവെടുക്കുന്നു, ഒരു വൃത്തം വരയ്ക്കുന്നു. ആ 2 വൃത്തങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലേക്ക് ഈ ത്രികോണത്തിൻ്റെ 2 മൂലകളിൽ നിന്നും വര വരയ്ക്കുക. അപ്പോൾ ആ കിട്ടുന്ന ത്രികോണത്തിൻ്റെ അളവ് 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ എന്നായിരിക്കും. നമുക്ക് ആ ചിത്രം ഒന്ന് വരച്ചു നോക്കാം. ഇത് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന അളവ്, താഴെയുള്ള വര എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു. ഇനി കോമ്പസ് എടുക്കുക. കോമ്പസിൽ നമുക്ക് ഈ ഭാഗത്തുള്ള വശം വരുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് സ്കെയിലിൽ എന്ത് ചെയ്യുക, 4 സെൻറ്റിമീറ്റർ അളവെടുക്കുക. എന്നിട്ട് ഈ ബിന്ദുവിൽ ഈ അറ്റത്ത് വെച്ചിട്ട് നമ്മളൊരു വൃത്തഭാഗം വരയ്ക്കുക. വൃത്തം മുഴുവനായിട്ട് വേണ്ട, വൃത്തത്തിൻ്റെ ആ ഭാഗം മതി. പിന്നെ സ്കെയിലിൽ നമ്മൾ എന്ത് ചെയ്യുക, 6 സെൻറ്റിമീറ്റർ അളവെടുക്കുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ വശത്താണ് 6 സെൻറ്റിമീറ്റർ വര വരുന്നത്. അവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക, 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വൃത്തഭാഗം വരയ്ക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക മക്കളെ, കൂട്ടി യോജിപ്പിക്കുക. യോജിപ്പിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ, വശങ്ങളുടെ അളവുകളുള്ള ത്രികോണം കിട്ടുന്നതാണ്. ആ മൂലയായി മുകളിലെ സ്ഥാനം മാത്രം മതി എന്നതുകൊണ്ടാണ് മുകളിലെ പാതിവട്ടം മാത്രം വരച്ചത്. അതായത് ഒരു വൃത്തം മുഴുവൻ വരയ്ക്കാതെ അർദ്ധവൃത്തം വരച്ചത്. ഇനി ശരിക്കും പറഞ്ഞാൽ അത്ര പോലും ആവശ്യമില്ല, വട്ടങ്ങളുടെ 2 ചെറിയ കഷ്ണങ്ങൾ മാത്രം എടുത്താൽ മതി. അതായത് 4 സെൻറ്റിമീറ്റർ വരുമ്പോൾ ഏകദേശം എവിടെ വരും, 6 വരുമ്പോൾ ഏകദേശം രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഏകദേശം ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മാത്രം മതി. അങ്ങനെ തന്നെയാണ് നമ്മൾ വരച്ച് കാണിച്ചു തന്നത് അല്ലേ. വശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇങ്ങനെയും വരയ്ക്കാം. അതായത് 4 സെൻറ്റിമീറ്റർ എന്നുള്ള വശം ഇപ്പുറത്തേക്കും 6 സെൻറ്റിമീറ്റർ എന്നുള്ള വശം അപ്പുറത്തേക്കും എടുത്ത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ത്രികോണത്തിൻ്റെ ഒരു ഭാഗം, ആ ചരിഞ്ഞിരിക്കുന്ന ഭാഗം മാറുമെന്നേ ഉള്ളൂ. ഈ 2 ത്രികോണങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇടവും വലവും തിരിഞ്ഞു, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരുമിച്ച് വരച്ചാൽ ഇത് വേഗം കാണാം. നോക്കൂ, നമ്മൾ വരച്ച ത്രികോണം 4 സെൻറ്റിമീറ്റർ ഈ ഭാഗത്തേക്ക്, പിന്നെ രണ്ടാമത് വരച്ചത് 4 സെൻറ്റിമീറ്റർ ഈ ഭാഗത്തേക്ക്. ഇനി നീളങ്ങൾ മാറ്റാതെ വശങ്ങളുടെ സ്ഥാനം മാറ്റിയും വരയ്ക്കാമല്ലോ. അതായത് നമ്മൾ ആദ്യം 3 സെൻറ്റിമീറ്റർ താഴെയായിരുന്നു വരച്ചിരുന്നത്. പിന്നെ ഈ താഴെയുള്ള ചിത്രത്തിൽ ഇനി നമുക്ക് 4 സെൻറ്റിമീറ്റർ താഴെയാക്കിയിട്ട് അങ്ങനെയും വരയ്ക്കാം. അപ്പോൾ കോമ്പസിൽ എടുക്കുന്ന അളവ് മാറും. ആദ്യം 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കോമ്പസിൽ ഇനി എടുക്കേണ്ടത് 3 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ആയിട്ട് മാറും.
അതുപോലെ തന്നെ താഴെ ആദ്യം നമ്മൾ 6 സെൻറ്റിമീറ്ററിലാണ് വര വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ കോമ്പസിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരെണ്ണം 3 സെൻറ്റിമീറ്ററും ഒരെണ്ണം 4 സെൻറ്റിമീറ്ററും അളവ് വേണം എടുക്കാൻ. തിരിച്ചും മറിച്ചും വെച്ചു എന്നല്ലാതെ ഈ വരച്ച 6 ചിത്രങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സംശയം തീർന്നില്ല എങ്കിൽ ഇതിലൊരെണ്ണം കട്ടിക്കടലാസിൽ വെട്ടിയെടുത്ത് ഓരോന്നിൻ്റെയും മുകളിൽ പല തരത്തിൽ വച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഒരുപോലെ യോജിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിലേതെങ്കിലും ഒരു ചിത്രം നോക്കൂ മക്കളെ. താഴെ 6 സെൻറ്റിമീറ്റർ, പിന്നെ 3 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും അങ്ങനെയുള്ള ത്രികോണമാണ് എടുത്തിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ കോൺ ഏതാണ്? ഏറ്റവും ചെറുതോ? ഏറ്റവും വലിയ കോണ് ദാ ഈ 3ഉം 4ഉം സെൻറ്റിമീറ്റർ കൂട്ടി മുട്ടുന്ന ഈ കോണാണ് കേട്ടോ. ഏറ്റവും ചെറുത് ഏത് എന്നതിൽ നമുക്ക് കുറച്ച് സംശയം ഉണ്ടായിരിക്കും. അത് നമുക്ക് അളന്ന് നോക്കേണ്ടി വരും. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളന്ന് നോക്കേണ്ടി വരും. ഇവിടെ അളക്കാതെ നോക്കി പറഞ്ഞിരിക്കുന്നതാണ്. എതിരെയുള്ള വശങ്ങൾ നോക്കൂ. ആദ്യത്തേത് ഏറ്റവും മുകളിലുള്ളത് ഏറ്റവും വലുത്, പിന്നെ ഏറ്റവും ഇടത്തരം ഏത്, ഏറ്റവും ചെറുതേത്. ഒരു ഏകദേശ ധാരണയിൽ പറഞ്ഞിരിക്കുന്നതാണ്. വശങ്ങളുടെ നീളം പലതായെടുത്ത് കുറേ ത്രികോണങ്ങൾ വരച്ചു നോക്കൂ. എല്ലാറ്റിലും ഏറ്റവും വലിയ കോണിനെതിരെ ഏറ്റവും നീളം കൂടിയ വശവും ഏറ്റവും ചെറിയ കോണിനെതിരെ ഏറ്റവും നീളം കുറഞ്ഞ വശവുമാണോ? നോക്കൂ മക്കളെ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് താഴെ 3 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. അത് 3 നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും വലിയ കോണെന്ന് പറയുന്നത് ഇതാണല്ലേ. അതിന് നേരെ എതിരെ കിടക്കുന്ന വശം ഏറ്റവും വലിയ വശമാണ്, അതായത് 7 സെൻറ്റിമീറ്റർ. അതുപോലെ ഏറ്റവും ചെറിയ കോണെന്ന് പറയുന്നത് ഇതാണ്. അതിനെതിരെ കിടക്കുന്ന വശം ഏറ്റവും ചെറിയ വശമാണ്, അതായത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ വശം കണ്ടാൽ അതിനെതിരെ കിടക്കുന്ന കോണാണ് ഏറ്റവും ചെറിയ കോണെന്ന് അളന്നു നോക്കാതെ തന്നെ പറയാം അല്ലേ. രണ്ടാമത്തെ ത്രികോണത്തെ നമുക്ക് അങ്ങനെ പറയാം. ഒരെണ്ണം 2.5 സെൻറ്റിമീറ്റർ, 3.5 സെൻറ്റിമീറ്റർ, 4.5 സെൻറ്റിമീറ്റർ അങ്ങനെയാണ് വശങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലെ വലിയ വശം എന്ന് പറയുന്നത് 4.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഏറ്റവും വലിയ കോണ് അതിനെതിരെ കിടക്കുന്ന ഈ കോണായിരിക്കും. അതുപോലെ ഏറ്റവും ചെറിയ വശം എന്ന് പറയുന്നത് ഈ 2.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിലെ ഏറ്റവും ചെറിയ കോണ് അതിനെതിരെ കിടക്കുന്നതാ ഈ കോണായിരിക്കും. ഇനി അടുത്തത് 5 സെൻറ്റിമീറ്റർ, 3.5 സെൻറ്റിമീറ്റർ, 4.5 സെൻറ്റിമീറ്റർ അങ്ങനെയാണ് വശങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിലെ വലിയ കോണെന്ന് പറയുന്നത് ഈ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിലെ ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിലെ ഏറ്റവും വലിയ കോണ് അതിനെതിരെ കിടക്കുന്ന ഈ കോണായിരിക്കും. പിന്നെ ഏറ്റവും ചെറിയ വശം 3.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിലെ ഏറ്റവും ചെറിയ കോണ് അതിനെതിരെ കിടക്കുന്ന ഈ കോണായിരിക്കും. എന്തുകൊണ്ടാണിത്? കോൺ വലുതാകും തോറും അവയുടെ വശങ്ങൾ കൂടുതലാകും, അതുകൊണ്ടാണ്. ത്രികോണങ്ങളെക്കുറിച്ചുള്ള ഇക്കാര്യം നമുക്ക് ഇങ്ങനെ എഴുതാം. ഏത് ത്രികോണത്തിലും കോണുകൾക്കും എതിർവശങ്ങൾക്കും ഒരേ വലുപ്പക്രമമാണ്. വശങ്ങളുടെ നീളം പലതായി ത്രികോണങ്ങൾ വരച്ചല്ലോ. അപ്പോഴൊരു സംശയം, വശങ്ങളുടെ നീളം ഏത് 3 സംഖ്യകളായും ത്രികോണം വരയ്ക്കാൻ പറ്റുമോ? ഉദാഹരണം 6 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ എന്നെടുത്താലോ. ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം 6 സെൻറ്റിമീറ്ററിലൊരു വര വരച്ചു. പിന്നെ അതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് 3 സെൻറ്റിമീറ്ററിലൊരു വൃത്തം വരച്ചു. അതുപോലെ 2 സെൻറ്റിമീറ്ററിലും ഒരു വൃത്തം വരച്ചു. പക്ഷേ ഇത് രണ്ടും തമ്മിൽ എന്താണ്? കൂട്ടിമുട്ടുന്നില്ല. അതായത് 6 സെൻറ്റിമീറ്റർ വരയുടെ ഒരു അറ്റത്ത് നിന്ന് 2 സെൻറ്റിമീറ്റർ അകലെയുള്ള ബിന്ദുക്കൾ എല്ലാം തന്നെ മറ്റേ അറ്റത്ത് നിന്ന് 3 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതൽ അകലത്തിലാണ്. മറിച്ചും അതായത് 3 സെൻറ്റിമീറ്ററിൽ നിന്ന് അകലെയുള്ള ബിന്ദുക്കളെല്ലാം മറ്റേ അറ്റത്ത് നിന്ന് 2 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കൂടുതൽ അകലത്തിലാണ്. അതുകൊണ്ട് ഇവ കൂട്ടിമുട്ടാത്തിടത്തോളം കാലം എന്താണ്, ഇതൊരു ത്രികോണമായിട്ട് വരയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. 2 സെൻറ്റിമീറ്റർ വര താഴത്തെ വശമാക്കി വരയ്ക്കാൻ നോക്കിയാലോ. 2 സെൻറ്റിമീറ്റർ താഴെ വരച്ചു. പിന്നെ അതിനൊരറ്റത്ത് നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ വൃത്തം വരച്ചു. മറ്റേ അറ്റത്ത് നിന്ന് 6 സെൻറ്റിമീറ്ററിലും വൃത്തം വരച്ചു. അപ്പോൾ നോക്കൂ, നമുക്കൊരു വൃത്തത്തിനകത്ത് മറ്റൊരു വൃത്തമാണ് കിട്ടുന്നത്. അതും കൂട്ടിമുട്ടുന്നില്ല. 2 ചിത്രങ്ങളിലെയും ചുവന്ന വരകൾ ഒന്നുകൂടി നോക്കൂ. ത്രികോണം വരയ്ക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അവ തമ്മിൽ കൂട്ടിമുട്ടാത്തതാണ് അല്ലേ. ഏറ്റവും വലിയ നീളമായ 6 മറ്റ് 2 നീളങ്ങളായ 2ഉം 3ഉം കൂട്ടിയതിനേക്കാട്ടിലും കൂടുതലാണ്. അതായത് 6 എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം കൂട്ടിയാൽ 5ആണ്. 5നേക്കാട്ടിലും കൂടുതലാണ് 6. അപ്പം അങ്ങനെ വരുന്ന അളവുകളൊന്നും നമുക്ക് ത്രികോണം വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 3 നീളങ്ങൾ ത്രികോണമാകണമെങ്കിൽ ഏറ്റവും വലിയ നീളം മറ്റ് 2 നീളങ്ങളുടെ തുകയേക്കാൾ ചെറുതായിരിക്കണം. ഇത് ത്രികോണങ്ങളുടെ വശങ്ങളുടെ നീളത്തെക്കുറിച്ചുള്ളൊരു പൊതുതത്വമായി എഴുതാം. ഏത് ത്രികോണത്തിലും ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം മറ്റ് 2 വശങ്ങളുടെ നീളങ്ങളുടെ തുകയേക്കാൾ ചെറുതാണ്. ഇത് മറ്റൊരു രീതിയിലും പറയാം. ഒരു ത്രികോണത്തിൻ്റെ ചെറിയ 2 വശങ്ങളുടെ നീളം കൂട്ടിയാൽ ഏറ്റവും വലിയ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും. ഇതിൽ നിന്ന് ത്രികോണത്തിൻ്റെ ഏത് 2 വശങ്ങളുടെ നീളം കൂട്ടിയാലും മൂന്നാമത്തെ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും എന്ന് നമുക്ക് കാണാം. അതെങ്ങനെയാണ്? ഒന്നാലോചിച്ചാൽ ഇത് നമുക്ക് പെട്ടെന്ന് കാണാവുന്നതേ ഉള്ളൂ. നമുക്കിവിടെ താഴെ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ത്രികോണം ABC.
എയിൽ നിന്ന് ബിയിലേക്ക് നേരെ പോകുന്നതിനേക്കാൾ ദൂരം കൂടുതലല്ലേ സിയിലൂടെ വഴി മാറിപ്പോകുന്നത്? അതെ, എയിൽ നിന്ന് ബിയിലേക്ക് നേരെ പോകുന്നതിനേക്കാട്ടിലും കൂടുതലാണ് എയിൽ നിന്ന് സിയിലേക്ക് പോയി പിന്നെ സിയിൽ നിന്ന് ബിയിലേക്ക് വരുന്നത്. ഈ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള അളവുകളിൽ മാത്രം, അതായത് ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന അളവിനേക്കാട്ടിലും കൂടുതലായിരിക്കണം മൂന്നാമത്തെ വലിയ വശത്തിൻ്റെ അളവ് എന്നുള്ളൊരു തത്വം ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് താഴെയുള്ള കണക്കുകൾ ചെയ്തു നോക്കാം. ചോദ്യം 1. വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററുമായാൽ മൂന്നാമത്തെ വശത്തിൻ്റെ നീളം ഏതൊക്കെ സംഖ്യയാകാം? ഈ ചോദ്യം എങ്ങനെ മക്കളെ ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിന് 3 വശങ്ങളാണുള്ളത്. അപ്പോൾ അതിലെ ഏറ്റവും വലിയ വശം, ആ ഏറ്റവും വലിയ വശത്തിൻ്റെ അളവ് മറ്റ് രണ്ട് ചെറിയ വശങ്ങളുടെ തുകയേക്കാൾ കൂടുതലാവണം. അങ്ങനെയുള്ള അളവുകൾക്ക് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ത്രികോണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഇവിടെ നമുക്ക് രണ്ട് അളവുകൾ തന്നിട്ടുണ്ട്, ഒരെണ്ണം 5, ഒരെണ്ണം 8, അത്രയും സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം 8 സെൻറ്റിമീറ്റർ, 5, 8 ആ രണ്ടും എടുത്താൽ അതിൽ ഏറ്റവും വലുത് 8 നമുക്കറിയാം. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണ് വലിയ വശം എന്നുണ്ടെങ്കിൽ, ആ ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശം 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മറ്റ് രണ്ട് വശങ്ങൾ ഏതൊക്കെ വരുമെന്ന് ആദ്യം നമുക്ക് നോക്കാം. 5 ഒരെണ്ണം, അപ്പോൾ ഒരെണ്ണം 1 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. അതായത് 1 5 കൂട്ടിയാൽ എത്രയായി? 6. അപ്പോൾ അത് 8 ചെറിയ സംഖ്യയാണ്, അതുകൊണ്ട് അങ്ങനെ വരില്ല. പിന്നെ 2 5 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 2 കൂട്ടണം 5 7, അതുകൊണ്ട് അങ്ങനെയും വരില്ല. പിന്നെ അടുത്ത് 3 5 എന്ന് കൊടുത്തു. ഇപ്പോൾ 3 കൂട്ടണം 5 8. 8 വലിയ വശമായ 8ഉം ഇതും 8ഉം രണ്ടും തുല്യമായ അളവാണ്, അതുകൊണ്ട് അങ്ങനെ വരില്ല. പിന്നെ 4 കൊടുത്തു, അതായത് 4 5. അപ്പോൾ 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും കൂട്ടിയാൽ 9. അപ്പോൾ അത് 8 കൂടിയ സംഖ്യയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊരു പോസിബിൾ വേ ആണ്, അങ്ങനെ വരാം. ഇനി 5 കൊടുത്തു, അതായത് 5 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും പിന്നെ 8 സെൻറ്റിമീറ്ററും. 5 5 10. 10 8 വലിയ സംഖ്യയാണ്, അതുകൊണ്ട് അങ്ങനെ വരും. പിന്നെ 6 കൊടുത്തു, 6ഉം 5ഉം 6 കൂട്ടണം 5 11, അതും 8 വലിയ സംഖ്യയാണ്, അങ്ങനെയും വരാം. പിന്നെ 7 കൊടുത്തു, അപ്പോൾ 7ഉം 5ഉം എത്രയാണ്? 12, അതും 8 വലിയ സംഖ്യയാണ്, അതുകൊണ്ട് അങ്ങനെ വരാം. പിന്നെ 8 കൊടുത്തു, അതായത് 8 5 8, അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അല്ലേ, 8 5 8. 8ഉം 5ഉം 13, 13 വരാം അല്ലേ, സോറി നേരത്തെ പറഞ്ഞിട്ടില്ല കേട്ടോ. 8ഉം 5ഉം 13, അപ്പോൾ 8 13 8 വലുതാണ്, അതുകൊണ്ട് അങ്ങനെ വരാം. ഇനി ഞാൻ 9 എടുത്തു, 9 5 8. അപ്പോൾ ഇവിടെ വലിയ അളവിൻ്റെ വശത്തിൻ്റെ അളവ് മാറിയിട്ടുണ്ട് കേട്ടോ. വലിയ വശം ഇതുവരെ 8 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇപ്പോൾ 9 സെൻറ്റിമീറ്റർ ആയി. ഓക്കെ, അപ്പോൾ 8ഉം 5ഉം എന്താണ്? ചെറിയ വശങ്ങളാണ്, അതുകൊണ്ട് 13, അതുകൊണ്ട് അങ്ങനെയും വരാം. ഇനി ഞാൻ 10 കൊടുത്തു, 10 5 8, അങ്ങനെ ഇവിടെ വലിയ വശം 10. 8ഉം 5ഉം കൂട്ടിയാൽ 13, അപ്പോൾ അത് 10 വലുതാണ്, അതുകൊണ്ട് അങ്ങനെ വരാം. ഇനി ഞാൻ 11 കൊടുത്തു, 11 5 8 അല്ലേ, 5 8 കൂട്ടിയാൽ 13, 11 വലുതാണ്, അങ്ങനെ വരാം. ഇനി ഞാൻ 12 കൊടുത്തു, 12 8 5, അതിൽ 5ഉം 8ഉം കൂട്ടിയാൽ 13, 12 വലുതാണ്, അതുകൊണ്ട് അങ്ങനെയും വരാം. ഇനി ഞാൻ 13 കൊടുത്തു, അപ്പോൾ 13 8 5 അങ്ങനെയാണ് വന്നത്. 8ഉം 5ഉം 13, അപ്പോൾ 13 ഈ വലിയ വശമായ 13ൻ്റെ അതേ അളവ് തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് അത് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സംഖ്യകൾ വരാം. പിന്നെ നമുക്ക് 14 കൊടുത്ത് നോക്കാം. 14 കൊടുത്താൽ പിന്നെ 8 5 13 അല്ലേ, 13 14 ചെറുതാണ്, അപ്പോൾ അത് പറ്റില്ല. ഇനി നമ്മൾ മുകളിലേക്കുള്ള സംഖ്യകൾ കൊടുക്കുമ്പോഴൊക്കെ അത് 8ഉം 5ഉം കൂട്ടിയാൽ 13 ചെറുതായിട്ട് വരും, അതുകൊണ്ട് ഇനിയുള്ള സംഖ്യകളൊന്നും പറ്റില്ല. അപ്പോൾ ഇത്രയും അളവുകളിലാണ് ത്രികോണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ചോദ്യം 2. വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററും 99 സെൻറ്റിമീറ്ററുമാണ്. മൂന്നാം വശത്തിൻ്റെ നീളം എത്രയാണ്? ഇത് നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ നോക്കിയത് എങ്ങനെയായിരുന്നു? ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയാൽ വലിയ വശത്തിൻ്റെ അളവിനേക്കാട്ടിലും കൂടുതൽ കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ള സംഖ്യ 1ഉം 99 അതായത് ഒന്നിലേക്ക് ഏത് സംഖ്യ കൂട്ടിയാലാണ് 99 കൂടുതൽ കിട്ടുക എന്ന് നോക്കുക. അപ്പോൾ ഒന്നിലേക്ക് 2 കൂട്ടിയാലും 3 കൂട്ടിയാലും 4 കൂട്ടിയാലും ഒന്നും 99 കൂടുതൽ വരില്ലല്ലോ. ഒന്നിലേക്ക് 98 കൂട്ടിയാലോ? ഒന്നിലേക്ക് 98 കൂട്ടിയാൽ 99, അതും വരില്ല.
പിന്നെ 99-നേക്കാട്ടിലും കൂടുതൽ വരുന്ന സംഖ്യ ഏതാണ്? 99 അല്ലേ. 98 കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കാനുള്ളത് 99. 1 കൂട്ടണം 99 100. അപ്പോൾ ആ വശം എന്ത് വരാം? 99 എന്ന് വരാം. 1 99 99 അങ്ങനെ വരാം. ഇനി 99 നോക്കി പിന്നെ അടുത്ത സംഖ്യ 100. അപ്പോൾ 1 100 99 അത് വരില്ല, കാരണം 100 വലിയ സംഖ്യ. അപ്പോൾ വലിയ വശം വരുന്നത്. അപ്പോൾ 1 99 സമം 100. അതുകൊണ്ട് അത് വരില്ല. ഇനി 101 നോക്കിയാലോ? 1ഉം 99ഉം കൂട്ടിയാൽ 100. ഈ 100 101-നേക്കാട്ടിൽ ചെറുതല്ലേ. പിന്നെ ഇനി 102 103 104 ഏത് കൂട്ടിയാലും 100-നേക്കാട്ടിലും ചെറുതാവില്ലേ? കാരണം നമുക്ക് കൂട്ടാനുള്ള സംഖ്യ 1ഉം 99ഉം. അപ്പോൾ അത് 100-നേക്കാട്ടിലും വലിയ സംഖ്യകളൊന്നും തന്നെ പറ്റില്ല. അപ്പം ആകെ ഒരേ ഒരു ത്രികോണമേ വരയ്ക്കാൻ പറ്റൂ. അത് 1 99 99 അങ്ങനെ വശങ്ങളുള്ള ത്രികോണമാണ്. ചോദ്യം 3. ചുവടെയുള്ള കൂട്ടങ്ങളിൽ ത്രികോണം നിർമ്മിക്കാൻ കഴിയുന്ന അളവുകൾ ഏതൊക്കെയാണ്? 1 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. 2 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. 3 10 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ആദ്യത്തേത് നോക്കാം നമുക്ക്. 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. ഇതിലെ വലിയ വശം 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4ഉം 6ഉം മറ്റ് 2 ചെറിയ വശങ്ങൾ കൂട്ടിയാൽ 10-നേക്കാട്ടിൽ കൂടുതൽ വരുന്നുണ്ടോ? ഇല്ല. 4 കൂട്ടണം 6 10. അതുകൊണ്ട് അത് പറ്റില്ല. രണ്ടാമത്തേത് 3 4 5. ഇതിലെ വലിയ വശം 5 സെൻറ്റിമീറ്റർ ആണ്. 3 കൂട്ടണം 4 ചെയ്താൽ നമുക്ക് 5-നേക്കാട്ടിലും കൂടുതൽ വരും, 7 വരും അല്ലേ. അതുകൊണ്ട് അത് ത്രികോണം വരയ്ക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ ത്രികോണം നോക്കൂ. 10 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഇതിലെ വലിയ വശം 10 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ 4ഉം 5ഉം കൂട്ടിയാൽ 10-നേക്കാട്ടിൽ കൂടുതൽ കിട്ടണം. 4 കൂട്ടണം 5 9. അതുകൊണ്ട് 10-നേക്കാട്ടിൽ കുറവാണല്ലേ. അതുകൊണ്ട് ഈ അളവിലും ത്രികോണം വരയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിൽ പോസിബിൾ ആയിട്ടുള്ളത് ഈ രണ്ടാമത്തെ അളവ് മാത്രമാണ്. ചോദ്യം 4. ഈ ചിത്രങ്ങൾ വരയ്ക്കുക. നമുക്ക് ത്രികോണങ്ങളിലുള്ള വ്യത്യസ്ത ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഓരോന്നായിട്ട് വരച്ച് നോക്കാം. ഈ ചിത്രം വരയ്ക്കാനായിട്ട് ആദ്യം നമുക്കൊരു സമചതുരമാണ് വേണ്ടത്. അത് വശങ്ങൾ 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള സമചതുരം. അപ്പോൾ അതിനായിട്ട് സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ അളവിലൊരു ചതുരം വരയ്ക്കണം. അപ്പോൾ നമ്മൾ സമചതുരം വരയ്ക്കാനായിട്ട് പ്രൊട്രാക്ടറാണ് യൂസ് ചെയ്യുന്നത്. നോക്കൂ, പ്രൊട്രാക്ടറിൽ 4 സെൻറ്റിമീറ്റർ വരച്ച ആ വശത്തിൻ്റെ 2 ഭാഗത്തു നിന്നും നമ്മൾ എന്ത് ചെയ്തു? 90 ഡിഗ്രിയിൽ ഓരോ കുത്തുകൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് സ്കെയിൽ എടുക്കുക. സ്കെയിലിൽ ആ കുത്തിട്ടത് വരെ വരയ്ക്കേണ്ട, പകരം 4 സെൻറ്റിമീറ്റർ ആവുന്നത് വരെ മാത്രം വരയ്ക്കുക. 2 വശത്തു നിന്നും അതുപോലെ തന്നെ 2 ഭാഗത്തു നിന്നും 4 സെൻറ്റിമീറ്റർ അളവിൽ കുത്തനെ മേൽപോട്ടേക്ക് വരയ്ക്കുക. ആ 2 വരകളും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് വശങ്ങളെല്ലാം 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള സമചതുരം കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സമചതുരത്തിന് പുറത്ത് ഒരു ത്രികോണങ്ങൾ വരയ്ക്കാനാണ്. 4 വശങ്ങളിൽ നിന്നും 4 ത്രികോണങ്ങൾ. അതിൻ്റെ അളവ് തന്നിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ ആണ് ത്രികോണത്തിൻ്റെ വശം. അപ്പോൾ കോമ്പസിൽ എന്ത് ചെയ്യുക? 6 സെൻറ്റിമീറ്റർ അളവെടുക്കുക. 6 സെൻറ്റിമീറ്റർ അളവെടുത്ത ശേഷം ഓരോ വശത്തു നിന്നും 2 സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മൾ വൃത്തഭാഗം വരയ്ക്കുക. വൃത്തം വേണ്ട, വൃത്തഭാഗം വരയ്ക്കുക. 2 ഭാഗത്തുനിന്നും വരയ്ക്കുക. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടിയില്ലേ? ആ കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് ആ സമചതുരത്തിൻ്റെ 2 വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് വശങ്ങൾ 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ത്രികോണം കിട്ടി. ഇതേപോലെ തന്നെ ആ സമചതുരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ കോണുകളിൽ നിന്നും എന്ത് ചെയ്യുക? കുത്തുകളിട്ട് കൊടുക്കുക. എല്ലാ മൂലകളിൽ നിന്നും കുത്തുകളിട്ട് കൊടുക്കുക. വൃത്തഭാഗം വരച്ചു കൊടുക്കുക. ശേഷം 6 സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ എല്ലാതും. ശേഷം എല്ലാം കൂടെ യോജിപ്പിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ത്രികോണങ്ങൾ 4 അറ്റങ്ങളും ത്രികോണങ്ങളുടെ 4 അറ്റങ്ങളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഏറ്റവും പുറത്തായിട്ട്, ആ രൂപത്തിൻ്റെ ഏറ്റവും പുറത്തായിട്ട് വലിയൊരു സമചതുരം കൂടെ വരയ്ക്കാനുണ്ട്. അത് സിമ്പിളാണ്. ആ ത്രികോണങ്ങളുടെ 4 മൂലകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുറത്തൊരു സമചതുരം കിട്ടും. പിന്നെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിറം കൊടുക്കുക.
ഇനി രണ്ടാമത്തെ ചിത്രം വരയ്ക്കാൻ 3 ത്രികോണങ്ങളാണ്. അതിൽ അളവ് തന്നിട്ടുണ്ട്. ഏറ്റവും താഴെ 12 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ത്രികോണമാണ്. അപ്പോൾ 12 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യുക, ഒരു വര വരച്ചു കൊടുക്കുക. ഇനി ത്രികോണത്തിൻ്റെ അടുത്ത വശത്തിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത് 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ആദ്യം കോമ്പസിൽ 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് പറഞ്ഞിരിക്കുന്ന രീതിക്ക് തന്നെ എന്ത് ചെയ്യുക, ഒരു വൃത്തഭാഗം വരയ്ക്കുക. ഇനി പിന്നെ ശേഷം അടുത്ത വശം വരയ്ക്കാനായിട്ട് കോമ്പസിൽ 10 സെൻറ്റിമീറ്റർ എടുക്കുക. അളവുകളൊക്കെ കൃത്യമായിട്ട് എടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അവസാനം ചിത്രം കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് 10 സെൻറ്റിമീറ്ററിൽ വൃത്തഭാഗം വരയ്ക്കുക. ശേഷം കിട്ടിയിരിക്കുന്ന ആ പോയിന്റ്, കുട്ടിമുട്ടിയ പോയിന്റ് തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് വശങ്ങൾ 10 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ അങ്ങനെയായിട്ടുള്ള ത്രികോണം കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ത്രികോണത്തിന് സമാന്തരമായിട്ട് തൊട്ട് മുകളിൽ മറ്റൊരു ത്രികോണം കൂടെ വേണം. അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നത് സെറ്റ് സ്ക്വയർ ആണ്. ഇഷ്ടമുള്ള ഏത് സെറ്റ് സ്ക്വയർ എടുക്കാം. അതിൽ ഈ 90 ഡിഗ്രി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഏറ്റവും താഴെയുള്ള ഈ വരയിൽ ഇങ്ങനെ വെക്കുക, വരയുടെ നേരെ വെക്കുക. അപ്പോൾ ചെറിയ സെറ്റ് സ്ക്വയർ ആയാലും അതിൽ 90 ഡിഗ്രി ഉള്ളത് തന്നെ. എന്നിട്ട് സ്കെയിൽ അനക്കാതെ സ്കെയിൽ അടുപ്പിച്ച് പിടിച്ച് ഈ സെറ്റ് സ്ക്വയറിൻ്റെ അവിടെ എന്ത് ചെയ്യുക, വൃത്തഭാഗത്തിൻ്റെ അവിടെ വര വരയ്ക്കുക. ഇനി അതിൻ്റെ അളവ് 6 സെൻറ്റിമീറ്റർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും 3 സെൻറ്റിമീറ്റർ വീതം എടുത്ത് ടോട്ടൽ 6 സെൻറ്റിമീറ്റർ ഉള്ളൊരു വര വരയ്ക്കുക. കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. ഇവിടെ എൻ്റേത് കുറച്ച് ഈ ഭാഗത്തേക്ക്, വലതു ഭാഗത്തേക്ക് കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട 4 സെൻറ്റിമീറ്റർ അളവിൽ കോമ്പസ് എടുക്കുക. എന്നിട്ടൊരു വൃത്തഭാഗം വരയ്ക്കുക. അതുപോലെ ത്രികോണത്തിൻ്റെ അടുത്ത വശം പറഞ്ഞിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് മറ്റേ വശത്ത് നിന്നൊരു വൃത്തഭാഗം വരയ്ക്കുക. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് എന്ത് ചെയ്യാം, ആ ഭാഗത്തേക്ക് 2 പോയിന്റിൽ നിന്നും വര വരച്ച് വശങ്ങൾ 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ അങ്ങനെയായിട്ടുള്ള ഈ ത്രികോണം പൂർത്തിയാക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് മുകളിലേക്ക് മറ്റൊരു ത്രികോണം വരയ്ക്കണം. അതിൻ്റെ അളവുകളൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള അളവ് വരയ്ക്കാം. ഞാനിവിടെ മുകളിലേക്കൊരു 3.5 സെൻറ്റിമീറ്റർ ഉള്ള ത്രികോണമാണ് വരയ്ക്കുന്നത്. അതിന് അതുപോലെ തന്നെ സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ചിട്ട് ഒരു സമാന്തര വര വരച്ചു. ശേഷം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും 1.5 സെൻറ്റിമീറ്റർ വീതം എടുത്തു. അപ്പോൾ 1.5 3 സെൻറ്റിമീറ്റർ ആയില്ലേ. അപ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര ഇവിടെ കിട്ടി. ഇനി ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അടുത്ത വശങ്ങളും എടുക്കാം. ഞാനിവിടെ ഒരു വശം 2 സെൻറ്റിമീറ്ററും മറ്റേ വശം 3 സെൻറ്റിമീറ്ററുമാണ് എടുക്കുന്നത്. അപ്പോൾ 2 സെൻറ്റിമീറ്ററിൽ ഞാൻ കോമ്പസിലൊരു വര എടുത്തിട്ട് പോയിന്റ് എടുത്തിട്ട് വൃത്തഭാഗം വരച്ചു. അതുപോലെ 3 സെൻറ്റിമീറ്ററിലും ഞാൻ കോമ്പസിൽ എടുത്തിട്ട് വൃത്തഭാഗം വരച്ചു. ആ കിട്ടിയിരിക്കുന്ന പോയിന്റ് എന്ത് ചെയ്തു, കൂട്ടി യോജിപ്പിച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് വശങ്ങൾ 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, അതുപോലെ 3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള മറ്റൊരു ത്രികോണം കിട്ടി. ഇപ്പോൾ നമുക്ക് ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിക്കുള്ള 3 ത്രികോണങ്ങളും കിട്ടി. ഇനി ഈ 3 ത്രികോണങ്ങളുടെയും ഈ 3 ബിന്ദുക്കളുണ്ടല്ലോ, ഈ 3 പോയിന്റുകളും കൂട്ടിമുട്ടുന്ന രീതിക്ക് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് ഒരു വര വരച്ചു കൊടുക്കണം. അതായത് പുറത്തൂടെ മറ്റൊരു ത്രികോണം കൂടെ വരയ്ക്കണം. അതുപോലെ ഈ ഭാഗത്തും ഈ 3 ബിന്ദുക്കളും കൂട്ടിമുട്ടുന്ന രീതിക്ക് ഒരു വര വരച്ചു കൊടുക്കണം. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഏറ്റവും പുറമെ ഒരു വലിയൊരു ത്രികോണം കൂടെ കിട്ടും. ഇനി ചിത്രത്തിലുള്ളതുപോലെ തന്നെ നല്ല നിറം കൊടുക്കുക. കോൺ കണക്ക് 3 വശങ്ങളുടെയും നീളം നിശ്ചയിച്ച് ത്രികോണം വരയ്ക്കുന്നത് കണ്ടു. നീളങ്ങളായി എടുക്കുന്ന സംഖ്യകൾ തമ്മിൽ ഉണ്ടാകേണ്ട ബന്ധവും നമ്മൾ മനസ്സിലാക്കി. 3 കോണുകളാണ് തീരുമാനിക്കുന്നതെങ്കിലോ ത്രികോണത്തിന്റെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 കോണുകൾ മാത്രമേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ഉദാഹരണമായി 2 കോണുകൾ 40 ഡിഗ്രി, 60 ഡിഗ്രി എന്നെടുത്താൽ മൂന്നാമത്തെ കോൺ 80 ഡിഗ്രി എന്നെടുത്താലേ ത്രികോണമാകൂ. ഈ കോണുകളുള്ള ത്രികോണം വരയ്ക്കുന്നത് എങ്ങനെ? നമുക്ക് ഒന്നല്ല പല ത്രികോണങ്ങൾ വരയ്ക്കാം. അപ്പോൾ ആദ്യത്തേത് 6 സെൻറ്റിമീറ്റർ ഒരു വശമെടുത്തു. അവിടെ നിന്ന് 40 ഡിഗ്രിയും 60 ഡിഗ്രിയും 80 ഡിഗ്രിയും എടുത്ത് ത്രികോണം വരച്ചു. ഇനി ഒരു 4 സെൻറ്റിമീറ്ററിൽ ഒരു വശം എടുത്ത് അതിൽ 40 ഡിഗ്രിയും 60 ഡിഗ്രിയുമായിട്ട് വരച്ചു. അതുപോലെ 3 സെൻറ്റിമീറ്ററിൽ ഒരു വശം എടുത്ത് അതിൽ 40 ഡിഗ്രിയും 60 ഡിഗ്രിയും വരച്ചു. അപ്പോൾ ഒരേ ഒരു ത്രികോണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 കോണുകൾ മാത്രമല്ല, അവ നിൽക്കുന്ന വരയുടെ നീളവും നിശ്ചയിക്കണം. അതായത് ഒരു വശവും കിട്ടണം.
ഒരു മറു ചോദ്യമുണ്ട്. ഒരു വശത്തിന്റെ നീളം 4 സെന്റിമീറ്ററും അതിന്മേൽ 40 ഡിഗ്രി 60 ഡിഗ്രി കോണുകളുമായി പല ത്രികോണങ്ങൾ വരച്ചൂടെ? യെസ്, വരയ്ക്കാം. അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ 4 സെന്റിമീറ്റർ വശം മാറി മാറി പല ഭാഗങ്ങളിലായിട്ട് വരച്ച് അങ്ങനെ ത്രികോണങ്ങളുടെ രൂപം മാറ്റാം. കോണുകളുടെ സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇനിയും വരയ്ക്കാം. അതായത് 40 ഡിഗ്രി ഉള്ളിടത്ത് 60ഉം 60 ഉള്ളിടത്ത് 40ഉം അങ്ങനെ മാറ്റിയും വരയ്ക്കാം. പക്ഷേ ഇവയെല്ലാം തന്നെ മുൻപ് കണ്ടതുപോലെ ഒരേ ത്രികോണത്തെ തിരിച്ചും മറിച്ചും വെച്ചതാണ്. അതായത് ഒരു വശം 4 സെന്റിമീറ്ററും അതിന്മേലുള്ള കോണുകൾ 40 ഡിഗ്രിയും 60 ഡിഗ്രിയുമായ ഒരു ത്രികോണമേ ഉള്ളൂ. ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ത്രികോണത്തിന്റെ വലുപ്പം മാറ്റി വരയ്ക്കാനും എളുപ്പമാണ്. ഉദാഹരണമായി ഈ ചിത്രം നോക്കൂ 5 സെന്റിമീറ്റർ വശം, പിന്നെ അതിന് ഇടയിലുള്ള കോണുകൾ 50 ഡിഗ്രിയും 70 ഡിഗ്രിയും. ഇതിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ത്രികോണവും കൂടി വരയ്ക്കണം. അതായത് 4 സെന്റിമീറ്റർ വശവും അതുപോലെ തന്നെ 50 ഡിഗ്രിയും 70 ഡിഗ്രിയും അങ്ങനെ വരുന്ന മറ്റൊരു ത്രികോണം കൂടെ വരയ്ക്കണം. ആദ്യം താഴത്തെ വശം 4 സെന്റിമീറ്റർ നീട്ടി വരയ്ക്കുക. 6 സെന്റിമീറ്ററിൽ നിന്ന് ഒരു 4 സെന്റിമീറ്ററും കൂടെ നീട്ടി വരയ്ക്കുക. ഇനി നീട്ടിയ ഭാഗത്തിന്റെ ഇടതറ്റത്ത് 50 ഡിഗ്രി കോൺ വരയ്ക്കാം. ഇതുപോലെ വരയുടെ വലത്തറ്റത്ത് 70 ഡിഗ്രി കോണും എടുത്ത് വരയ്ക്കുക. രണ്ടും കൂടെ യോജിപ്പിക്കുക. ഈ ചിത്രത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ? പുതിയ ത്രികോണത്തിന്റെ വശങ്ങൾ പഴയ ത്രികോണത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമാണ്. കണ്ടോ മക്കളെ? 50 ഡിഗ്രിയിലുള്ള ഈ രണ്ട് വശങ്ങളും അതുപോലെ 70 ഡിഗ്രിയിലുള്ള ഈ രണ്ട് വശങ്ങളും തമ്മിൽ എന്താണ്? സമാന്തരമാണ്. അപ്പോൾ പുതിയ ത്രികോണം വരയ്ക്കാൻ വീണ്ടും കോണുകൾ അളന്ന് വരയ്ക്കുന്നതിന് പകരം പഴയ ത്രികോണത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമായി വരകൾ വരച്ചാൽ മതി. മനസ്സിലായ മക്കളെ? പഴയ ത്രികോണത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമായിട്ട് വരകൾ വരച്ച് നമുക്ക് എത്ര ത്രികോണങ്ങൾ വേണമെങ്കിലും നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാമല്ലോ. നമുക്ക് വരച്ചു നോക്കാം. ഈ ചിത്രം വരയ്ക്കാനായിട്ട് സിമ്പിളാണ്. ആദ്യം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വര വരയ്ക്കാം. എന്നിട്ട് 50 ഡിഗ്രിയും അതുപോലെ 70 ഡിഗ്രിയുള്ള ഒരു ത്രികോണം വരയ്ക്കുക. നമ്മളിപ്പോൾ കണ്ടുവല്ലേ അതെങ്ങനെ വരയ്ക്കാമെന്ന്. അപ്പോൾ അതുപോലെ വരയ്ക്കുക. ഇനി ഇതിൻ്റെ രണ്ട് വശങ്ങൾക്ക് പാരലായിട്ട് സമാന്തരമായിട്ട് വരുന്ന ത്രികോണങ്ങൾ വേണം വരയ്ക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ ആദ്യം സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി വരുന്ന ഈ കോണുണ്ടല്ലോ, ഈ ഭാഗം ഇങ്ങനെ വെച്ച് സ്കെയിൽ അമർത്തി പിടിക്കുക. സ്കെയിൽ അനക്കരുത്. എന്നിട്ട് നമ്മളുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ താഴേക്ക് നീക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ത്രികോണത്തിൻ്റെ ആദ്യം വരച്ച ത്രികോണത്തിൻ്റെ ആദ്യ ബിന്ദു ഉണ്ടല്ലോ, ഒരു ബിന്ദു ഉണ്ടല്ലോ, ആ ബിന്ദുവിൽ നിന്ന് വേണം നമ്മൾ അടുത്ത ത്രികോണത്തിൻ്റെ വര വരയ്ക്കാനായിട്ട്. പിന്നെ അടുത്ത വശം കിട്ടാനായിട്ട് എന്താ ചെയ്യുക? സെറ്റ് സ്ക്വയർ ഇതുപോലെ മട്ടം താഴേക്ക് വെക്കുക. താഴേക്ക് വെച്ചിട്ട് അതായത് 90 ഡിഗ്രി താഴെ വരുന്ന രീതിയിൽ അങ്ങനെ വെക്കുക. അങ്ങനെ വെച്ചിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ വരയ്ക്കുക. അപ്പോൾ നേരത്തെ വരച്ചതുപോലെ തന്നെ നമുക്ക് 50 ഡിഗ്രി 70 ഡിഗ്രിയുള്ള ഒരു ത്രികോണം തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് വശങ്ങൾക്ക് സമാന്തരമായിട്ട് വരയ്ക്കാം. അതിനായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ഏത് വരയ്ക്ക് സമാന്തരമായാണോ വരയ്ക്കേണ്ടത് ആ വരയിൽ ഇതുപോലെ മട്ടത്തിൻ്റെ 90 ഡിഗ്രി മൂല വരുന്ന രീതിക്ക് വയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് അമർത്തി പിടിച്ച ശേഷം ആ സെറ്റ് സ്ക്വയർ നീക്കിയിട്ട് വരയ്ക്കുക കേട്ടോ. അടുത്തത് ഇതിന് സമാന്തരമായിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ അവിടെ 90 ഡിഗ്രി വരുന്ന രൂപത്തിൽ നമ്മൾ ഇങ്ങനെ വെക്കുക. സ്കെയിൽ അവിടെ തന്നെ വെക്കുക, അനക്കാതെ നിൽക്കുക. എന്നിട്ട് മട്ടം ഉപയോഗിച്ച് നീക്കി കൊണ്ടുവരിക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഇട്ട കുറച്ച് ബിന്ദുക്കളുണ്ടല്ലോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് എത്ര അളവിലാണോ ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ കുത്ത് വരെ എത്തുമ്പോൾ നിങ്ങൾ ത്രികോണം വരയ്ക്കുക. പിന്നെ അടുത്ത ത്രികോണത്തിൻ്റെ സമാന്തര വരകൾ വരയ്ക്കാനായിട്ട് അതുപോലെ തന്നെ ഏത് വരയ്ക്ക് സമാന്തരമായാണോ വരേണ്ടത് അവിടെ മട്ടത്തിൻ്റെ സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി മൂല വെക്കുക. സ്കെയിൽ ഉപയോഗിച്ച് അമർത്തി പിടിച്ച ശേഷം സെറ്റ് സ്ക്വയർ നീക്കി കൊണ്ടുപോവുക. എന്നിട്ട് ഈ എല്ലാ ത്രികോണങ്ങളും കൂടെ അതിൻ്റെ എല്ലാ മൂലകളും കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. ഞാനിവിടെ 4 ത്രികോണങ്ങൾ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ 7 ത്രികോണങ്ങളുണ്ട്, അത് അത്രയും വരച്ചു കൊടുക്കുക കേട്ടോ. ചുവടെയുള്ള ത്രികോണം വരയ്ക്കാമോ? 6 സെന്റിമീറ്റർ ഒരു വശവും പിന്നെ 30 ഡിഗ്രിയും 30 ഡിഗ്രിയുള്ള രണ്ട് കോണുകളും തന്നിട്ടുണ്ട്. ആ ത്രികോണമാണ് വരയ്ക്കേണ്ടത്. അങ്ങനെ ഒരു ത്രികോണം പിന്നെ അതിനോട് ചേർന്ന് രണ്ട് വശത്തും ചേർന്ന് വീണ്ടും 6 സെന്റിമീറ്റർ അവിടെ നിന്നും 30 ഡിഗ്രി 30 ഡിഗ്രി അങ്ങനെയും രണ്ട് ത്രികോണങ്ങൾ കൂടെ വരയ്ക്കുക. അപ്പോൾ ഒരേ അളവുകളുള്ള 3 ത്രികോണങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് നമുക്ക് കിട്ടും. ഇവ 3 ചേർത്ത് വെച്ചൊരു സമഭുജ ത്രികോണമാക്കാം. അതായത് 3 വശങ്ങളും തുല്യമായ ത്രികോണം. 3 വശങ്ങളും എന്താണ്? 6 സെന്റിമീറ്റർ ആണ്.
ഈ ചിത്രം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം നമുക്ക് വേണ്ടത് ഒരു സമഭുജ ത്രികോണമാണ്. അതായത് 3 വശങ്ങളും തുല്യമായ ത്രികോണം. അപ്പോൾ ഞാനിവിടെ 6 സെന്റിമീറ്റർ അളവിൽ ഒരു വര വരച്ചു. എന്നിട്ട് നമുക്ക് അളവ് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 30 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് രണ്ട് ഭാഗത്തു നിന്നും 30 ഡിഗ്രി മെഷർമെന്റ് എടുക്കുക. ആ വര നിങ്ങൾക്ക് ആദ്യം വരയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുത്ത് കൺഫ്യൂഷൻ ആവേ. രണ്ട് കുത്തിടുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഞാനിവിടെ ഇങ്ങനെ ആദ്യം രണ്ട് ഭാഗത്തു നിന്നും 30 ഡിഗ്രി എടുത്ത ശേഷമാണ് അത് യോജിപ്പിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ ഒരു ത്രികോണം ഉണ്ടാക്കുക. ഇനി നമുക്ക് വേണ്ടത് വലിയൊരു സമഭുജ ത്രികോണമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ അളവ് വേണം എടുക്കാനായിട്ട്. എങ്കിലും നമുക്ക് ആ വലിയ ത്രികോണം വരയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. 6 സെൻറ്റിമീറ്റർ അളന്ന് എടുക്കുക. എന്നിട്ട് ഈ ത്രികോണത്തിൻ്റെ രണ്ട് ഭാഗത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ വൃത്തഭാഗം വരയ്ക്കുക. വൃത്തഭാഗം വരച്ചു കഴിഞ്ഞ ശേഷം ആ കൂട്ടിമുട്ടുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ബിന്ദുവിലേക്ക് നമ്മൾ ആദ്യം വരച്ച ആ വശത്തിൽ നിന്ന്, ആ വരയിൽ നിന്ന് യോജിപ്പിക്കുക. ഇനി അപ്പോൾ നമുക്ക് 3 വശങ്ങളും 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള സമഭുജ ത്രികോണം കിട്ടും. ഇനി നമുക്ക് ഉള്ളിൽ വരച്ച ആ ത്രികോണം ഉണ്ടല്ലോ, ആ ത്രികോണത്തിൻ്റെ മൂന്നാം ബിന്ദുവിൽ നിന്ന്, മൂന്നാമത്തെ മൂലയിൽ നിന്ന് പുറമേയുള്ള വലിയ ത്രികോണത്തിൻ്റെ മൂലയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ തന്നിരിക്കുന്ന ത്രികോണമാണ് കിട്ടിയത്. ഇതിൻ്റെ എല്ലാം ഈ അറ്റത്തുള്ള ചെറിയ വശങ്ങളുടെ അളവ് 30 ഡിഗ്രി ആയിരിക്കും. വലിയ കോണിൻ്റെ അളവ് എന്താണ്? 180 മൈനസ് 30 സമം 150 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അളന്ന് നോക്കാം കേട്ടോ. ഇനി ഇത്തരം ചെറിയ ത്രികോണങ്ങൾ കൂടുതൽ എണ്ണം ചേർത്ത് വെച്ച് ഈ ചിത്രങ്ങൾ വരയ്ക്കാമോ? നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരച്ച് നോക്കാം. ഈ ചിത്രം വരയ്ക്കാൻ വളരെ എളുപ്പമാണ് മക്കളെ. നമ്മൾ നേരത്തെ ഒരു ത്രികോണത്തിനുള്ളിൽ എങ്ങനെയാണ് നക്ഷത്രം വരയ്ക്കുന്നതെന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഞാനിവിടെ ഒരു 9 സെൻറ്റിമീറ്റർ ഉള്ള ട്രയാങ്കിളാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒന്നുകിൽ 6 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 9 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 12 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ എടുക്കാൻ നോക്കുക. കാരണം ഇതിനെ നമുക്ക് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതുകൊണ്ട് അപ്പോൾ സമഭുജ ത്രികോണം വരയ്ക്കാൻ ആ വരച്ച 9 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ നിന്ന് കോമ്പസിൽ അതേ അളവ് തന്നെ 9 സെൻറ്റിമീറ്ററിന് എടുത്തിട്ട് 2 വൃത്തഭാഗം വരയ്ക്കുന്നു. ശേഷം അത് യോജിപ്പിച്ചൊരു ത്രികോണമാക്കുന്നു. ഇനി ഈ 3 വശങ്ങളിലും 3 സെൻറ്റിമീറ്റർ ഇടവിട്ട്, അതായത് അതിനെ തുല്യമായിട്ടുള്ള 3 ഭാഗങ്ങളാക്കുന്നു. 9ൻ്റെ തുല്യമായിട്ട് 3 ഭാഗങ്ങളാക്കാൻ 3 സെൻറ്റിമീറ്റർ. ഓക്കെ, 3 സെൻറ്റിമീറ്റർ ഇടവിട്ട് 2 കുത്തുകൾ ഇടുന്നു. എന്നിട്ട് ഓരോ കുത്തുകൾ ഇടവിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നു. അതായത് ഇതിനുള്ളിൽ, ഈ ത്രികോണത്തിനുള്ളിൽ നമ്മൾ 2 മറ്റ് ചെറിയ ത്രികോണങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഇത് മുൻപ് വരച്ച ചിത്രങ്ങളിലും എങ്ങനെയാണത് വരയ്ക്കുന്നതെന്ന് കേട്ടോ. ഇതുപോലെ ഉള്ളിൽ 2 ത്രികോണങ്ങൾ വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കുക, അതിനുള്ളിലായിട്ട് 6 ത്രികോണങ്ങളും അതിനുള്ളിലൊരു സമമായിട്ടുള്ള ഷഡ്ഭുജം കിട്ടി. അപ്പോൾ അതിൻ്റെ 2 കുത്തുകൾ ഇടവിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നു. ഇത് നമ്മൾ മുൻപത്തെ ചിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം വരച്ച ത്രികോണങ്ങളുടെ ഉള്ളിലേക്കുള്ള ആ വശമില്ലേ, ആദ്യം നമുക്ക് കിട്ടിയ ഉള്ളിലുള്ള 6 ത്രികോണങ്ങൾ, അതിൻ്റെ ഉള്ളിലേക്കുള്ള ആ വശം നമ്മൾ മായ്ച്ചു കൊടുക്കുക. ബാക്കി എല്ലാതും അതുപോലെ തന്നെ നിൽക്കണം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ പെൻസിൽ കൊണ്ട് ആയതുകൊണ്ടാണ്, നിങ്ങൾ സ്കെച്ച് കളറായിട്ട് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമാണ്. കാരണം ആവശ്യമില്ലാത്തതൊന്നും മാഞ്ഞു പോവില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതുപോലെ നക്ഷത്രം മാത്രമാക്കിയിട്ട് പുറത്തേക്ക് നക്ഷത്രം, ആ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ മാത്രം വരുന്ന രീതിക്ക് ഉള്ളിലുള്ളത് മായ്ച്ചു കളഞ്ഞു. പിന്നെ നമ്മൾ ആ ഷഡ്ഭുജത്തിൻ്റെ ഭാഗവും കട്ടി കൂട്ടി കൊടുത്തു. ഇനി ഇതിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ രണ്ട് ത്രികോണങ്ങളുടെ കോണുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ശേഷം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിറം കൊടുക്കുക. ഇനി ഇതിലെ രണ്ടാമത്തെ ചിത്രം നോക്കാം. അതും ഇതുപോലെ തന്നെയാണ് വരയ്ക്കേണ്ടത്. നമ്മൾ ആദ്യം ഒരു ത്രികോണം വരയ്ക്കുക. ഞാനിവിടെ 9 സെൻറ്റിമീറ്ററുള്ള ത്രികോണമാണ് വരയ്ക്കുന്നത്. 9 സെൻറ്റിമീറ്ററിൽ ഒരു വശം വരച്ചു. പിന്നെ എന്ത് ചെയ്തു? കോമ്പസ് ഉപയോഗിച്ച് ഇതുപോലെ തന്നെ 9 സെൻറ്റിമീറ്ററിൽ അളവെടുത്തിട്ട് 2 ഭാഗത്തു നിന്നും ഓരോ വൃത്തഭാഗം വരച്ചു. ആ വൃത്തഭാഗം കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു 9 സെൻറ്റിമീറ്ററുള്ള ഒരു സമഭുജ ത്രികോണമാക്കിയിട്ട് മാറ്റി. പിന്നെ നേരത്തെ പോലെ തന്നെ ഈ ഓരോ വശങ്ങളിൽ നിന്നും 3 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഓരോ കുത്തുകൾ, പോയിന്റുകൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനുള്ളിൽ ഒന്നരയല്ല, ഓരോ കുത്തുകൾ ഇടവിട്ടിട്ട് എന്ത് ചെയ്യുക? യോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വലിയ ത്രികോണത്തിൻ്റെ ഉള്ളിൽ 2 ചെറിയ ത്രികോണങ്ങൾ കിട്ടും. കണ്ടോ? നോക്കൂ. ആദ്യം ഈ കുത്തിൽ നിന്ന് അങ്ങേ അറ്റത്തുള്ള കുത്തിലേക്ക് കൊടുക്കുക. ഇതുപോലെ ഓരോ കുത്ത് ഇടവിട്ടിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ത്രികോണമായി. പിന്നെ ബാക്കിയുള്ള കുത്തുകൾ യോജിപ്പിക്കുമ്പോൾ
മറ്റൊരു ത്രികോണം കിട്ടും. ഇനി നമ്മൾ നേരത്തെ വരച്ചതുപോലെ ആ ഷഡ്ഭുജത്തിനുള്ളിൽ 4 വരകൾ വരയ്ക്കേണ്ട, 3 വരകൾ വരയ്ക്കേണ്ട. പകരം എന്ത് ചെയ്യുക, അത് പുറം ഭാഗത്തേക്കുള്ള സ്റ്റാർസ് മാത്രം മതി. ആ ത്രികോണത്തിൻ്റെ വശങ്ങൾ മാത്രം മതി. ഉള്ളിലുള്ള വശങ്ങളൊക്കെ മായ്ച്ചു കളയുക. എന്നിട്ട് മാഞ്ഞ ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടെ കട്ടി കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ നിറം കൊടുത്ത് മനോഹരമാക്കുക. വശങ്ങളും കോണുകളും. ഒരു കോണിൻ്റെ വശങ്ങൾ എത്ര വേണമെങ്കിലും നീട്ടാം. ഇവിടെ 30 ഡിഗ്രിയുള്ള ഒരു കോണിൻ്റെ 2 വശങ്ങൾ നീട്ടിയിരിക്കുന്നത് കണ്ടോ? ഒരു വര കൊണ്ട് തടുത്താൽ ത്രികോണമായി. അതായത് നമുക്കിവിടെ എത്ര ത്രികോണങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കിക്കൂടെ? നമ്മൾ പല തരത്തിൽ വരകൾ വരച്ചാൽ നമുക്ക് പല വലുപ്പത്തിലുള്ള ത്രികോണങ്ങൾ കിട്ടും. ഇങ്ങനെ ഒരു വര വരയ്ക്കാൻ കോണിന്റെ ഓരോ വശത്തും ഓരോ ബിന്ദു അടയാളപ്പെടുത്തിയാൽ മതിയല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കോണും അതിന്റെ വശങ്ങളുടെ നീളവും നിശ്ചയിച്ചു കഴിഞ്ഞാൽ ത്രികോണമായി. ഉദാഹരണമായി മുകളിൽ വരച്ച കോണിൽ താഴത്തെ വശം 6 സെന്റിമീറ്ററും മുകളിലെ വശം 4.5 സെന്റിമീറ്ററുമായി തീരുമാനിച്ചാൽ നേരത്തെ വരച്ച ത്രികോണം കിട്ടും. ഇക്കാര്യം മറ്റൊരു വിധത്തിലും പറയാം. 2 വശങ്ങളും അവയുടെ ഇടയിലെ കോണും തീരുമാനിച്ചു കഴിഞ്ഞാൽ ത്രികോണമായി. ഇനി 2 വശങ്ങളുടെ നീളം 4 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, അവയുടെ ഇടയിലെ കോൺ 60 ഡിഗ്രിയായി ഒരു ത്രികോണം വരച്ചു നോക്കൂ. നോക്കൂ മക്കളെ, നമുക്ക് ആ ത്രികോണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് നമുക്കൊന്ന് വരച്ചു നോക്കാം. ആദ്യം നമ്മൾ സ്കെയിലെടുത്ത് 4 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട പ്രൊട്രാക്ടറാണ്. പ്രൊട്രാക്ടർ നമ്മളിതാ ഈ വശത്തിൻ്റെ വരച്ച വരയുടെ മൂലയ്ക്ക് വച്ചിട്ട് അവിടെ നിന്ന് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് 60 ഡിഗ്രി മാർക്ക് ചെയ്ത് അവിടേക്ക് ഒരു വര വരയ്ക്കണം. ആ വര വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, 6 സെൻറ്റിമീറ്ററാണ് ആ വശത്തിൻ്റെ അളവ് എന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 6 സെൻറ്റിമീറ്റർ നീട്ടി വരയ്ക്കുക. പിന്നെ ആ 2 വരകളും തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ത്രികോണത്തിന് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇതിലെ 2 വശങ്ങളിൽ ഒരു വശം ഒന്നിൻ്റെ 2 മടങ്ങാണ്. അതായത് 4 സെൻറ്റിമീറ്ററിൻ്റെ 2 മടങ്ങാണ്, ഇരട്ടിയാണ് 8 സെൻറ്റിമീറ്റർ എന്നുള്ളത്. അതുപോലെ അതിനിടയിലെ കോൺ 60 ഡിഗ്രിയുമാണ്. അതുമാത്രമല്ല, ഇതൊരു മട്ടകോണാണ്. ഇതിൻ്റെ ഒരു കോൺ എന്താണ്, 90 ഡിഗ്രിയാണ്. ഒരു വശം മറ്റേ വശത്തിൻ്റെ 2 മടങ്ങും ഇടയിലെ കോൺ 60 ഡിഗ്രിയുമായി വേറെ ത്രികോണങ്ങൾ വരച്ചു നോക്കൂ. എല്ലാം മട്ട ത്രികോണമാണോ? അതായത് ഒരു കോൺ നമുക്ക് 90 ഡിഗ്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അവയുടെ മൂന്നാമത്തെ കോൺ എത്ര ഡിഗ്രിയാണ്? ജ്യാമിതി പെട്ടിയിലെ മട്ടങ്ങളിൽ വശങ്ങളെല്ലാം വ്യത്യസ്തമായതെടുത്ത് നീളം കുറഞ്ഞ വശവും നീളം കൂടിയ വശവും അളന്നു നോക്കൂ. വലുത് ചെറുതിൻ്റെ 2 മടങ്ങാണോ? യെസ്, 30, 60, 90 അങ്ങനെയാണല്ലേ വരുന്നത്. വേറൊരു കാര്യം നോക്കാം. 2 വശങ്ങളും അവ ചേരുന്ന കോണും തീരുമാനിച്ചാൽ ത്രികോണം വരയ്ക്കാം. 2 വശങ്ങളുടെ നീളവും അവയുടെ ഇടയിൽ അല്ലാത്തൊരു കോണുമാണ് എടുക്കുന്നതെങ്കിലോ? നോക്കൂ, നമുക്കിവിടെ 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, പിന്നെ 30 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ 2 വശങ്ങൾക്കിടയിലല്ല എടുത്തിരിക്കുന്നത്. ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണ്? 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വരയും അതിൻ്റെ വലതറ്റത്ത് 30 ഡിഗ്രി കോണും ആദ്യം വരയ്ക്കുക. ത്രികോണത്തിൻ്റെ മൂന്നാം മൂല ഈ വരയിൽ എവിടെയെങ്കിലും ആകണമല്ലോ. അപ്പോൾ താഴത്തെ വരയുടെ ഇടതറ്റത്ത് നിന്ന് ഒരു 4 സെൻറ്റിമീറ്റർ അകലെയും ആകണം. അതായത് ഇടതറ്റം കേന്ദ്രമായി ഒരു 4 സെൻറ്റിമീറ്റർ ആരമായിട്ടുള്ള ഒരു വൃത്തത്തിലാകണം. ഈ വൃത്തം വരച്ചു നോക്കുക. വൃത്തം വരയെ 2 സ്ഥലത്ത് മുറിച്ച് കിടക്കുന്നുണ്ട്. അതിൽ താഴത്തെ ബിന്ദു മൂന്നാം മൂലയായി എടുത്താൽ ഇപ്പോൾ 2 ത്രികോണമായി. മുകളിലൊരു ത്രികോണവും കിട്ടും, താഴെ ഒരു ത്രികോണം കിട്ടും. മുകളിലെ ബിന്ദു മൂന്നാം മൂലയായി എടുത്താലോ? നോക്കൂ, നമുക്ക് ഇത്തരത്തിലുള്ള 2 ത്രികോണങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടൊരു അളവ് പറഞ്ഞിട്ടുണ്ട്. അതായത് 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 30 ഡിഗ്രി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇടയിലുള്ള കോണല്ലാതെ 30 ഡിഗ്രി എടുത്താൽ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള 2 ത്രികോണങ്ങളായിരിക്കും കിട്ടുക. ത്രികോണത്തിൻ്റെ ഇടതുവശം 4 സെൻറ്റിമീറ്ററിന് പകരം മറ്റൊരു നീളമായാലും 2 ത്രികോണങ്ങൾ കിട്ടുമോ? ഉദാഹരണമായി 2 സെൻറ്റിമീറ്റർ ആയാലോ? ഇതുപോലെ വരയും വട്ടവും വരച്ചു നോക്കൂ. വട്ടം വരയെ മുട്ടുക തന്നെയില്ല. അതായത് നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ പോലും കഴിയില്ല. വശത്തിൻ്റെ നീളം 3 സെൻറ്റിമീറ്റർ ആയാലോ? അപ്പോൾ നമുക്കൊരു ത്രികോണം വരയ്ക്കാം. വട്ടം വരയെ ഒരേ ഒരു സ്ഥാനത്ത് മാത്രമേ മുട്ടുന്നുള്ളൂ. ഈ അളവുകളിൽ ഒരേ ഒരു ത്രികോണവും വരയ്ക്കാം. കണ്ടോ, 6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 30 ഡിഗ്രി, അതിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. വശത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററിൽ കൂടുതലായി എടുത്താലോ?
അപ്പോൾ നമുക്ക് ഈ ത്രികോണവും വരയ്ക്കാനായിട്ട് സാധിക്കില്ല. ഇനി ഈ പാഠത്തിലെ രീതികൾ ഉപയോഗിച്ച് ഈ ചിത്രങ്ങൾ വരച്ചു നോക്കൂ. താഴെ നമുക്ക് 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് വരച്ചു നോക്കാം. ആദ്യത്തെ ചിത്രം ഇതാണ്. ഇത് വരയ്ക്കുന്നതിനായിട്ട് ഞാൻ ആദ്യം ഒരു 4 സെൻറ്റിമീറ്റർ അളവിലാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വരയ്ക്കാം കേട്ടോ. അങ്ങനെ ഒരു ലൈന് വരച്ച ശേഷം എന്ത് ചെയ്യാം, 35 ഡിഗ്രി പ്രൊട്രാക്ടറിൽ രണ്ട് ഭാഗത്തു നിന്നും മുകളിലേക്കും താഴേക്കും മെഷർമെൻ്റ് എടുത്ത് കുത്തിട്ട് കണ്ട് കൊടുക്കുക. കുത്തിട്ട ശേഷം എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് ആ കുത്തിലേക്ക് യോജിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തും കണ്ടോ, മുകളിലേക്ക് 35 ഡിഗ്രി എടുക്കുക, ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കേട്ടോ. എന്നിട്ട് അതും യോജിപ്പിക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും അല്ലെ, ഒരു ത്രികോണം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കുത്തുവരെ വരയ്ക്കണമെന്നില്ല, ആ ത്രികോണം ആവുന്ന ആദ്യം വരച്ച വര മുട്ടുന്നത് വരെ മതി കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, താഴേക്ക് ഇതുപോലെ തന്നെ രണ്ട് വശത്തുനിന്ന് രണ്ട് കോണിൽ നിന്നും എടുക്കണം. ആദ്യം ഈ മൂലയിൽ നിന്ന് എടുത്തു, 35 ഡിഗ്രി തന്നെയാണ് കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ അടുത്ത ഭാഗത്ത് നിന്നും എടുത്തു, 35 ഡിഗ്രി തന്നെ എടുത്തു. അതും നമ്മൾ കുത്തിയിട്ടിട്ട് യോജിപ്പിച്ച് കൊടുത്തു. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ രൂപത്തിനെ എന്ത് ചെയ്യുക, നല്ല അത്യാവശ്യം ഒരു കട്ടിയിൽ നിങ്ങൾ സ്കെച്ച് ആയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പെൻസിലായിട്ട് തന്നെ കുറച്ചുകൂടെ കട്ടിയിൽ കൂട്ടിയിട്ട് നിറം കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ ആയിരുന്നു എടുത്തിരുന്നത്. അതിൽ നിന്ന് നമ്മളൊരു 1.5 സെൻറ്റിമീറ്റർ രണ്ട് ഭാഗത്തു നിന്നും രണ്ട് കോണിൽ നിന്നും എന്ത് ചെയ്യുന്നു, കോമ്പസിൽ 1.5 സെൻറ്റിമീറ്റർ എടുത്ത ശേഷം ഇതുപോലെ ഒരു വൃത്തഭാഗം അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താലും മതി. ഇനി ആ പോയിന്റിൻ്റെ നടുവിലായിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ട, അത് നമുക്ക് മായ്ച്ചു കൊടുക്കാം. ഈ രണ്ട് പോയിന്റിൽ നിന്നും നോക്കൂ, നമ്മൾ നേരത്തെ വരച്ച മൂലയുണ്ടല്ലോ, ചതുരത്തിൻ്റെ മൂല, അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് രൂപം. അതിന് തന്നിരിക്കുന്ന രീതിക്ക് മനോഹരമായിട്ടുള്ള നിറം കൊടുത്താൽ മതി കേട്ടോ. ഇനി രണ്ടാമത്തെ ചിത്രം ഇതാണ്. ഇത് വരയ്ക്കുന്നതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. ഞാനിവിടെ ഒരു 6 സെൻറ്റിമീറ്ററിലാണ് കേട്ടോ എടുക്കുന്നത്. 6 സെൻറ്റിമീറ്റർ അളവിൽ ഞാനൊരു വര വരച്ചു. ഇനി അതേപോലെ തന്നെ നമുക്കൊരു സമഭുജ ത്രികോണം വേണം കിട്ടാനായിട്ട്. അപ്പോൾ കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ തന്നെ എടുത്ത് ആദ്യം വരച്ച വരയുടെ രണ്ട് ഭാഗത്തു നിന്നും ഞാൻ വൃത്തഭാഗം വരച്ചു. ആ രണ്ട് വൃത്തഭാഗങ്ങളും കൂട്ടിമുട്ടുന്ന ആ പോയിന്റിലേക്ക് വര വരച്ചു കൊടുത്ത് എന്താക്കി, ഒരു സമഭുജ ത്രികോണമാക്കിയിട്ട് മാറ്റി. ഇനി ഈ ത്രികോണത്തിൻ്റെ ഈ വശങ്ങളുടെ നടുഭാഗം അല്ലെങ്കിൽ പകുതി കിട്ടണം, അതായത് 3 സെൻറ്റിമീറ്റർ. ഈ 3 സെൻറ്റിമീറ്റർ അളവ് സ്കെയിലിലെടുത്ത് ഞാനിതാ കോമ്പസിൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തു. അല്ല നിങ്ങൾക്ക് സ്കെയിലിൽ മാർക്ക് ചെയ്താലും മതി കേട്ടോ. ഇനി താഴത്തെ വശത്ത് നിന്ന് ത്രികോണത്തിൻ്റെ മുകളിലുള്ള ആ കോണിലേക്ക് യോജിപ്പിച്ചു. അതുപോലെ ഇതാ ഈ ഓരോ കോണിലേക്കും എതിരെ കിടക്കുന്ന കോണുകളിലേക്ക് നമ്മൾ ആ കുത്തിട്ട ഭാഗത്ത് നിന്ന് യോജിപ്പിച്ചു. ഇനി നമുക്ക് ഒരു സമഷഡ്ഭുജം ഈ ത്രികോണത്തിനകത്ത് കിട്ടണം. അതിനായിട്ട് എന്താ ചെയ്യുന്നത് നോക്കൂ, നമ്മളിപ്പോൾ യോജിപ്പിച്ച വരകളുണ്ടല്ലോ, അതിലേറ്റവും ചെറിയ വര 3 ഭാഗത്ത് നിന്ന് കൊടുത്ത 3 വരകൾ വലുതും 3 ചെറുതുമാണ്. അപ്പോൾ ആ വരയുടെ അളവ് എത്രയാണോ അത് കോമ്പസിലെടുത്ത് വലിയ ആ 3 വരകളിൽ അതേ അളവ് മാർക്ക് ചെയ്യുക. എന്നിട്ട് കിട്ടിയ പോയിന്റുകളൊക്കെ പരസ്പരം യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു സമഷഡ്ഭുജം കിട്ടും, അല്ലെങ്കിൽ 6 വശങ്ങളുള്ള ഒരു ഷഡ്ഭുജം കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഷഡ്ഭുജത്തിനകത്ത് നമ്മളൊരു ക്യൂബ് ഉണ്ടാക്കണം. അതായത് അതിലുള്ള ചില വരകളൊക്കെ മായ്ച്ചു കളഞ്ഞാൽ നമുക്കതിനകത്തൊരു ക്യൂബാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഈ പുറത്തേക്കുള്ള 3 കോണിലേക്കുള്ള ആ 3 വരകളൊന്ന് കട്ടി കൂട്ടി കൊടുക്കുക. ഇനി നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ വരകൾ കട്ടിക്കൂട്ടി കാണിച്ചിരിക്കുന്ന വരകൾ മാത്രം കട്ടിക്കൂട്ടുക. നടുവിലുള്ള ആ വര മാത്രം, മുകളിലുള്ള ആ വര മാത്രം കട്ടിക്കൂട്ടേണ്ട. ഒരു ക്യൂബ് നമുക്ക് കിട്ടുന്ന രൂപത്തിൽ വേണം ചിത്രം പൂർത്തിയാക്കാനായിട്ട്. ആ വര നമുക്ക് മായ്ച്ചു കളയാം. ബാക്കി വരകൾ കട്ടിക്കൂട്ടുക. എന്നിട്ട് തന്നിരിക്കുന്ന പോലെ നിറം കൊടുക്കുക. മൂന്നാമത്തെ ചിത്രം നോക്കൂ. അത് വരയ്ക്കുന്നതിനായിട്ട് ഞാനൊരു 6 സെൻറ്റിമീറ്റർ അളവിലുള്ള വരയാണ് എടുക്കുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ സമഭുജ ത്രികോണം കിട്ടണം. അപ്പം ഞാൻ അതുപോലെ 6 സെൻറ്റിമീറ്ററിൽ വൃത്തഭാഗം വരയ്ക്കുന്നു കോമ്പസ് ഉപയോഗിച്ച്. എന്നിട്ട് ആ വൃത്തഭാഗം കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് ആദ്യം വരച്ച വരയുടെ രണ്ട് ഭാഗങ്ങളും യോജിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സമഭുജ ത്രികോണം വരയ്ക്കാനുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇനി ഇതിനെ നമ്മൾ 6 തുല്യ ഭാഗങ്ങളാക്കുന്നു. അതായത് ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് ഓരോ കുത്തുകൾ ഇട്ട് കൊടുക്കുന്നു. ഓരോ സെൻറ്റിമീറ്ററിലും ഓരോ കുത്തുകൾ. ഇപ്പോൾ നിങ്ങൾ 9 സെൻറ്റിമീറ്റർ എടുത്തതെന്നുണ്ടെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ വീതം ഇടവിട്ട് വേണം കേട്ടോ കുത്തുകളിടാൻ. എത്ര സെൻറ്റിമീറ്റർ ആണോ സമഭുജ ത്രികോണത്തിൽ എടുത്തത് അതിനനുസരിച്ച് കൃത്യമായിട്ട് 6 ഭാഗങ്ങളാക്കണം.
ഇനി നമ്മൾ ഓരോ കുത്തുകൾ, ആദ്യം താഴത്തെ വരയാണ്, താഴത്തെ വരയിലെ ബിന്ദുക്കളിൽ നിന്ന് ഓരോ കുത്തുകൾ ഇടവിട്ട് ദാ ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്കുന്നു. താഴത്തെ വരയിലുണ്ടായിരുന്ന എല്ലാ കുത്തുകളും അങ്ങനെ പൂർത്തിയായി. കണ്ടോ? ഇനി നമ്മൾ നോട്ട്ബുക്ക് അല്ലെങ്കിൽ പേപ്പർ ഒന്ന് ചേരിച്ച് അടുത്ത കുത്തുകളാണ്, അടുത്ത വശത്തുള്ള കുത്തുകൾ ഇതുപോലെ തന്നെ നമുക്ക് ലംബം കിട്ടുന്ന രീതിക്ക് വേണം കേട്ടോ, മട്ടം കിട്ടുന്ന രീതിക്ക് വേണം. അത് കിട്ടാൻ സുഖമാണ്. ഓപ്പോസിറ്റ് കിടക്കുന്ന വരകളിലേക്ക് നമ്മൾ ഒന്നിടവിട്ട കുത്തുകളിലായിട്ട് യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ടാമത്തെ വശത്ത് ഉള്ള കുത്തുകളും പൂർത്തിയായി. ഇനി മൂന്നാമത്തെ വശത്തുള്ള കുത്തുകളാണ്. അത് ചെയ്യാനും നേരത്തെ, അത് കിട്ടാനും നേരത്തെ പോലെ തന്നെ ആ കുത്തുകളിൽ നിന്ന് ഓപ്പോസിറ്റ് കിടക്കുന്ന വരകളിലേക്ക് ഒന്നിടവിട്ട കുത്തുകളിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു രൂപമാണ് കിട്ടുന്നത്. ഒരുപാട് കള്ളികളൊക്കെ, ത്രികോണത്തിനകത്ത് ഒരുപാട് കള്ളികൾ കണ്ടോ. ഇനി നേരത്തെ നമ്മൾ ഒരു ക്യൂബ് വരയ്ക്കുന്നത് പഠിച്ചില്ല ഉള്ളിൽ, അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ആ ക്യൂബ് കിട്ടുന്ന രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ വര മാത്രം കട്ടി കൂട്ടുക. ബാക്കി മായ്ക്കാനുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രയോൺ ഉപയോഗിച്ച് വരയ്ക്കാം. ഞാനിവിടെ പെൻസിൽ കൊണ്ട് തന്നെ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ കനം കൂട്ടി വരച്ച് നോക്കുകയാണ് കേട്ടോ. നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യൂബ്സ് വരുന്നത് ഇതാ താഴെയായിരിക്കും. അതിൻ്റെ ഏതൊക്കെ വശങ്ങളാണ് ഞാൻ കട്ടി കൂട്ടുന്നതെന്ന് മക്കൾ ശരിക്കും നോക്കുക. ആ മൂന്നാമത്തെ മുകളിലുള്ള ആ ഭാഗം മാത്രം നമ്മൾ മായ്ച്ചു കളഞ്ഞാൽ മതി. ബാക്കി ഭാഗങ്ങളൊക്കെ കട്ടി കൂട്ടി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിറം കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചേഞ്ചിലാണ് നിറം കൊടുക്കുന്നത്. നമുക്ക് അതേ കളർ തന്നെ കിട്ടണമെന്നില്ലല്ലോ. സോ മക്കൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് മുകളിലൊരു യെല്ലോ അല്ലെങ്കിൽ അതൊരു ബ്രൗണിൻ്റെ കുറച്ചുകൂടെ കുറഞ്ഞ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിറം കൊടുത്ത് മനോഹരമാക്കാവുന്നതാണ്. നമ്മൾ അകത്ത് വരച്ച ആ ക്യൂബിനൊരു നിറവും അതിൻ്റെ പുറത്തുള്ള ചില ത്രികോണങ്ങളുടെ പോർഷൻസ് ഉണ്ട്, അതിന് മറ്റൊരു നിറവും കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഏകദേശം കംപ്ലീറ്റ് ആവും. ആ ക്യൂബിൻ്റെയും അതുപോലെ താഴെയുള്ള ചില ത്രികോണങ്ങളുടെയും നിറം കുറച്ചുകൂടെ ഒന്ന് ലൈറ്റൻ ചെയ്താൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കിട്ടും കേട്ടോ. ഇനി നാലാമത്തെ ചിത്രവും സിമ്പിളാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 6 സെൻറ്റിമീറ്റർ അളവിലാണ് കേട്ടോ ത്രികോണം വരയ്ക്കുന്നത്. 6 സെൻറ്റിമീറ്റർ, നിങ്ങൾക്ക് 9 വേണമെങ്കിൽ 9 എടുക്കാം. പിന്നെ അത് സമഭുജ ത്രികോണമാക്കണം. അതെങ്ങനെയെന്ന് നമ്മൾ ഓൾറെഡി പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗത്തു നിന്നും ആ വരച്ച വരയുടെ അതേ അളവിൽ തന്നെ കോമ്പസിൽ അളവെടുക്കുക. ശേഷം 2 വൃത്തഭാഗങ്ങൾ വരച്ച് ആ വൃത്തഭാഗങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുക. ഇനി കോമ്പസിൽ നമ്മൾ ആദ്യം വരച്ച വരയുടെ നേർപകുതി എടുക്കുക. അതായത് 6 വരച്ചിരുന്നത്, ഇവിടെ 3. നിങ്ങൾക്ക് സ്കെയിലിൽ വേണമെങ്കിലും അളന്നിട്ട് അതുപോലെ കുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. 3 സെൻറ്റിമീറ്റർ അങ്ങനെ അളന്നിട്ട് കുത്തിട്ടാലും മതി. ഇനി നമുക്ക് നോക്കൂ, ഞാൻ ആദ്യത്തെ വശത്ത് നിന്ന് നേരെ മുകളിലേക്ക് വരച്ചു. നമ്മൾ വരച്ചില്ലായിരുന്നു ആദ്യത്തെ ചിത്രത്തിൽ. അതുപോലെ തന്നെ ഓരോ കോണിൽ നിന്നും അതിൻ്റെ എതിർവശത്തേക്ക് ഇട്ടിട്ടുള്ള കുത്തിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഉള്ളിലൊരു ഷഡ്ഭുജം കിട്ടണം. അതിനായിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചെറിയ വരയിൽ നിന്ന് അളവ് എത്രയാണോ അതേ അളവ് നമ്മൾ ആ വലിയ 3 വരകളിലേക്ക് കുത്തുകൾ ഇട്ട് കൊടുത്തു. എല്ലാ കുത്തുകളും യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ പോയിന്റുകളിലേക്കും നമ്മൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് 6 വരകൾ കിട്ടും. അതായത് ഒരു സമഷഡ്ഭുജം കിട്ടും. 6 വരകളും 6 വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ഒരു സമഷഡ്ഭുജം, തുല്യമായിട്ടുള്ള 6 വശങ്ങളുള്ളൊരു രൂപം കിട്ടും. ഇതും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി നമ്മളിതാ 3 കോണുകളിലേക്കുള്ള ആ വരകൾ ഒന്നുകൂടെ കട്ടി കൂട്ടി കൊടുക്കുക. ഷഡ്ഭുജത്തിൽ നിന്ന് ആ പുറത്തെ ത്രികോണത്തിലേക്കുള്ള 3 വരകൾ. ഇനി നമ്മൾ ആ ഷഡ്ഭുജത്തിനകത്ത് നമുക്ക് 2 ത്രികോണങ്ങൾ വരയ്ക്കണം. അതിനായിട്ട് ഈ കാണുന്ന പോയിന്റുകൾ, ആദ്യം 2 പോയിന്റിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു കൊടുത്തു. രണ്ടാമത്തെ ത്രികോണം വരയ്ക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഈ 3 പോയിന്റുകളാണ് നമുക്ക് യോജിപ്പിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. പക്ഷെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വരച്ച ത്രികോണം ഉണ്ടല്ലോ, ആ ത്രികോണത്തിനകത്ത് കൂടെ വരരുത്. അതായത് നമ്മളിപ്പോൾ വരയ്ക്കുന്ന ത്രികോണം ആദ്യം വരച്ച ആ ത്രികോണത്തിൻ്റെ പുറത്തൂടെയാണ് വരുന്നത് എന്ന് നമുക്ക് ആ 3D ദൃശ്യം കാണുന്ന സമയത്ത് തോന്നും. നോക്കൂ, അടുത്തത് ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോഴും ത്രികോണത്തിനകത്തൂടെ ആ വരരുത് കേട്ടോ. നോക്കൂ, അകത്തൂടെ വന്നാലും കുഴപ്പമില്ല, പക്ഷെ അത് നിങ്ങൾ മായ്ച്ചു കളയണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മായ്ക്കുന്നതിലേറെ നല്ലത് നമുക്ക് കുറച്ചുകൂടെ ഇതുപോലെ അകത്ത് വരാത്ത രൂപത്തിൽ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ കട്ടി കൊടുക്കാം. ആദ്യത്തെ ത്രികോണത്തിനകത്തുള്ള 3 വരകൾ അത് നമുക്ക് കുറച്ച് കട്ടി കൂട്ടി കൊടുക്കാം.
പിന്നെ കാണിച്ചിരിക്കുന്ന രൂപത്തിൽ നിറം കൊടുക്കുക, ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ മായ്ച്ചു കളയുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒരു ത്രിമാന ദൃശ്യം അല്ലെങ്കിൽ 3D പിക്ചർ എന്നൊക്കെ പറയല്ലേ, അങ്ങനെ 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അതിന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ കളർ കൊടുത്താൽ മതി. എൻ്റെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചിത്രങ്ങൾ വരയ്ക്കുന്നതൊക്കെ എങ്ങനെയെന്ന് പിടുത്തം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ശരി, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്